Hello students, welcome to Disha Academy. ഈ വീക്ക് ബയോളജി വീക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ബയോളജിയാണ് നോക്കാൻ പോകുന്നത്. ബയോളജിയിലെ രണ്ട് ടോപ്പിക്സ് ആയിട്ടുള്ള സെല്ലും അനിമൽ കിങ്ഡം, ഈ രണ്ട് ടോപ്പിക്സ് നമ്മൾ ഇന്ന് വൃത്തിയായിട്ട് പഠിക്കാൻ പോവുകയാണ്. അതുപോലെ RRBയുടെ എക്സാംസ് ഒക്കെ വരുവാണ്. സയൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്ത് ചെയ്യുക, പഠിപ്പിക്കുന്നത് പഠിക്കുക, അതുപോലെ തന്നെ തിയറി ആയതുകൊണ്ട് തന്നെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്യണം. അപ്പം നമ്മൾ ഫസ്റ്റ് ഏത് ടോപ്പിക്കാണ്, സെല്ലെന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്, ബേസിക് ആയിട്ടുള്ള ടോപ്പിക്ക്. ഓക്കെ, സെല്ല് ഫസ്റ്റ് കൊടുത്തേക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ബയോളജി. ബയോളജി എന്ന് പറഞ്ഞാൽ എന്തുവാ, രണ്ട് ഗ്രീക്ക് ആയിട്ടുള്ള വേർഡ്സ് ആയിട്ടുള്ള ബയോസും ലോഗോസും, ഈ രണ്ട് വാക്കുകളിൽ നിന്നുമാണ് എന്ത് വന്നിരിക്കുന്നത്, ബയോളജി എന്ന് പറയുന്ന ടേം വന്നിരിക്കുന്നത്. ബയോസ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ലൈഫ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ എന്തുവാ, സ്റ്റഡി. അപ്പം സ്റ്റഡി ഓഫ് ലൈഫാണ് എന്തെന്ന് പറയുന്നത്, ബയോളജി. അതുപോലെ ബയോളജി എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത് അല്ലെങ്കിൽ കോയിൻ ചെയ്തത് ആരാണ്, രണ്ട് പേര് ചേർന്നിട്ടാണ്, ലാമാർക്കും ട്രിവയർനസും. വർഷം 1801. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഇയേഴ്സൊക്കെ നോക്കണം. അതുപോലെ അപ്പോൾ ആരൊക്കെയാണ്, ലാമാർക്കും ട്രിവയർനസും ആണ് 1801. ഇനി നമുക്കറിയാം ബയോളജി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്ലാന്റ്സ് ബേസ്ഡും അനിമൽ ബേസ്ഡും ആയിട്ട്. അപ്പം പ്ലാന്റ് ആയിട്ടുള്ളതിനെ സ്റ്റഡീനെ പറയുന്നത് എന്തുവാണ്, ബോട്ടണി. സ്റ്റഡി ഓഫ് അനിമൽസ് എന്തുവാണ്, സുവോളജി. അപ്പം ഫാദർ ഓഫ് ബോട്ടണി എന്ന് പറയുന്ന ആരെയാണ്, തിയോഫ്രാസ്റ്റസിനെയാണ് എന്ത്, ഫാദർ ഓഫ് ബോട്ടണി എന്നറിയപ്പെടുന്നത്. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ബയോളജീൻ്റെയും സുവോളജിയുടെയും ഫാദർ ആര് തന്നെയാണ്, അരിസ്റ്റോട്ടിൽ തന്നെയാണ് എന്ത്, ബയോളജിയുടെയും സുവോളജിയുടെയും ഫാദർ എന്ന് പറയുന്നത്. ഇനി സെല്ലിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെല്ലിൻ്റെ സ്റ്റഡിയെ പറയുന്നത് എന്തുവാണ്, സൈറ്റോളജി എന്നാണ് പറയുന്നത്. സ്റ്റഡി ഓഫ് സെൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, സൈറ്റോളജി. നമുക്കറിയാം എന്താണ് സെൽസ് കൂടി ചേർന്ന് എന്താവും, ടിഷ്യൂസ് കൂടി ചേർന്ന് എന്താവും, ഓർഗൻസ് കൂടി ചേർന്നിട്ട് എന്താവും, ഓർഗൻ സിസ്റ്റം. ഓക്കെ അല്ലേ, സെൽസ് ചേർന്നിട്ട് ടിഷ്യൂസ് ചേർന്നിട്ട് ഓർഗൻസ് ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റം. അപ്പം സ്റ്റഡി ഓഫ് സെൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, സൈറ്റോളജിയാണ്. സ്റ്റഡി ഓഫ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തുവാണ്, ഹിസ്റ്റോളജിയാണ് സ്റ്റഡി ഓഫ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ഓർഗൻ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റത്തിൻ്റെ സ്റ്റഡീനെയൊക്കെ നമ്മൾ പറയുന്നത് എന്തുവാണ്, അനാറ്റമി എന്നാണ് പറയുന്നത്. അനാറ്റമി എന്നാണ് പറയുന്നത്. അപ്പം സ്റ്റഡി ഓഫ് സെൽ എന്തുവാണ്, സൈറ്റോളജി. സ്റ്റഡി ഓഫ് ടിഷ്യൂവിന് പറയുന്നത് ഹിസ്റ്റോളജി. സ്റ്റഡി ഓഫ് ഓർഗൻസ് അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റത്തിന് പറയുന്നത് എന്തുവാണ്, അനാറ്റമി എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ കൊടുത്തേക്കുന്ന രണ്ട് പോയിൻറ്റ്സ്, സെല്ലിൻ്റെ രണ്ട് പോയിൻറ്റ്സ്, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ, അതേപോലെ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലൈഫ്, പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കും. അപ്പോൾ എന്താണ്, നമുക്കറിയാം നമ്മൾ ഒരു വീട് വെക്കുവാണെങ്കിൽ അതിൻ്റെ ബേസ്മെൻറ്റ് എന്തുവാണ്, ബ്രിക്സ്. ആ ബ്രിക്സ് കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വീടിൻ്റെ വോള് നിർമ്മിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ ബോഡി എടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ സെൽസ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു സ്ട്രക്ചറും എല്ലാം തന്നിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ഉള്ളിൽ കുറേ ഓർഗൻസ് ഉണ്ട്, അത് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ, ഈ സെൽസ് കുറച്ച് കൂടി ചേർന്നിട്ട് ഒരു ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കൂടിച്ചേരാറുണ്ട്. അങ്ങനെയാണ് ടിഷ്യൂസ് ആവുന്നത്. പിന്നെ ടിഷ്യൂസ് കൂടിച്ചേരും, അങ്ങനെയാണ് ഓർഗൻസ് ആവുന്നത്. അപ്പം നമുക്ക് പറയാം സെല്ലെന്ന് പറയുന്നത് നമ്മൾ സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ആണെന്ന് പറയാം. അതുപോലെ സെല്ല് ഒറ്റ സെല്ലാണെങ്കിൽ പോലും അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഒക്കെ കേട്ടിട്ടുണ്ട്, ക്ലാമിഡോമോണോസ് അങ്ങനെയുള്ള. അപ്പം അതിന് ഒറ്റ സെല്ല് മതി അവർക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലൈഫ് കേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് എന്ന് ചോദിച്ചാലും എന്താണ്, സെല്ല് തന്നെയാണ് ആൻസർ. അപ്പം ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, അടുത്തത് നമ്മൾ കുറച്ച് സയൻറ്റിസ്റ്റും അവർ എന്ത് ഡിസ്കവർ ചെയ്തു അതാണ് നോക്കാൻ പോണത്. അപ്പം സെല്ലിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെല്ലിനെ ഡിസ്കവർ ചെയ്തത് ആരാണ്, റോബർട്ട് ഹുക്കാണ് എന്ത് സെല്ലിനെ ഡിസ്കവർ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ റോബർട്ട് ഹുക്ക് ഡിസ്കവർ ചെയ്തത് ഒരു ഡെഡ് സെല്ലിനെയാണ്.
ഓക്കെ, സെല്ലിനെ ഡിസ്കവർ ചെയ്തു എന്ന് പറഞ്ഞു. അതാരാണ്? റോബർട്ട് ഹുക്കാണ്. പക്ഷേ ആ ഡിസ്കവർ ചെയ്തത് എന്ത് സെല്ലാണ്? കോർക്ക് സെല്ലാണ്. കോർക്ക് സെല്ല് നമ്മുടെ ട്രീസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ബാർക്ക് പുറത്തുള്ള ഒരു പുളി പോലെ ഉണ്ടല്ലോ, ആ ബാർക്കിലാണ് ഈ കോർക്ക് സെല്ലുള്ളത്. അത് ഡെഡ് സെല്ലാണ്. അതാണ് ആര് കണ്ടുപിടിച്ചത്? റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ചത്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 1665 എന്ത് സെല്ല് കണ്ടുപിടിച്ചത്. ഇനി ആൻറ്റോൺ വോൺ ലുവാൻ ഹുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. ഈ സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണെങ്കിൽ പോലും മൈക്രോ ഓർഗാനിസത്തിന് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് ആരായിരുന്നു? ആൻറ്റോൺ വോൺ ലുവാൻ ഹുക്ക് ആയിരുന്നു. ഓക്കെ, ഒബ്സർവ് ചെയ്തത് ആൻറ്റോൺ വോൺ ലുവാൻ ഹുക്കാണ്. പക്ഷേ സെല്ല് കണ്ടുപിടിച്ചത് ചോദിച്ച ആരാണ്? റോബർട്ട് ഹുക്ക് തന്നെയാണ്. ഇനി ലിവിങ് സെല്ല്, ആദ്യത്തെ ലിവിങ് സെല്ലിനെ കണ്ടുപിടിച്ചത് ചോദിച്ചാൽ ആരാണ്? ആൻറ്റോൺ വോൺ ലുവാൻ ഹുക്കാണ്. ഡെഡ് സെല്ലാണെങ്കിൽ ആര്? റോബർട്ട് ഹുക്ക്. ലിവിങ് സെല്ലാണെങ്കിൽ ആരാണ്? ആൻറ്റോൺ വോൺ ലുവാൻ ഹുക്കാണ്. അതേപോലെ ബാക്ടീരിയൽ സെല്ലിനെയും കണ്ടുപിടിച്ചത് ആരാണ്? ആൻറ്റോൺ വോൺ ലുവാൻ ഹുക്കാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രണ്ടും ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി സെൽ തിയറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സെൽ തിയറി ആരാണ് കൊണ്ടുവന്നത്? ഷ്വാനും സ്ലീഡനും. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് സെൽ തിയറി കൊണ്ടുവന്നത്. ഇൻ സെൽ തിയറിയിൽ ഓൾറെഡി 2 പോസ്റ്റ്ലേറ്റ്സ് ആയിരുന്നു, 2 തിയറി ആയിട്ടായിരുന്നു പറയുന്നത്. മീൻസ് 2 പോയിൻ്റ്, ആ ഒരു തിയറിയിൽ 2 പോയിൻ്റ് ആയിരുന്നു ആര് പറഞ്ഞത്? ഷ്വാനും സ്ലീഡനും കൂടെ ചേർന്നിട്ട് പറഞ്ഞത്. പക്ഷേ വേറൊരാൾ 1855 വന്നിട്ട് എന്തുവാ, ആ ആളുടെ പേരെന്തുവാ? റുഡോൾഫ് വിർഷോ. ഒരു പോയിൻറ്റും കൂടെ ആ തിയറിയിൽ ആഡ് ചെയ്തു. അപ്പം എന്തായി? ഈ സെൽ തിയറി എന്ന് പറയുന്നത് എന്തായി? മോഡിഫൈഡ് സെൽ തിയറി ആയിട്ട് മാറി. അപ്പം നമ്മൾ ഇനി സെൽ തിയറിയുടെ കുറച്ച് പോയിൻറ്റ്സ് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് പോവാം. ഓക്കെ, സെൽ തിയറി. സെൽ തിയറി ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? ഷ്വാനും സ്ലീഡനുമാണ്. വർഷം എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? വർഷം ചോദിച്ചാൽ എത്രയാണ്? 1839 എന്ത് കൊണ്ടുവന്നത്? സെൽ തിയറി കൊണ്ടുവന്നത്. ആര്? ഷ്വാനും സ്ലീഡനും കൂടെ ചേർന്നിട്ട്. അതിൽ ഉള്ള ആദ്യത്തെ പോസ്റ്റ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മൾ നേരത്തെ പഠിച്ച പോയിൻ്റാണ്. സെൽ ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. അതാണ് ആദ്യത്തെ പോയിൻ്റ്. അതിവിടെ കൊടുത്തിട്ടില്ല. ആദ്യത്തെ പോയിൻ്റ് ആക്ച്വലി അതാണ്. ഓക്കെ, പിന്നെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ലിവിങ് ഓർഗാനിസംസും സെൽസോ സെല്ലിൻ്റെ കൂട്ടങ്ങളോ പ്രോഡക്റ്റ് ഓഫ് സെൽസ്. ഇപ്പോൾ സെൽസ് കൂടി ചേർന്നിട്ടോ ആണ് എന്ത് എല്ലാ ലിവിങ് ഓർഗാനിസംസും ഫോം ചെയ്തേക്കുന്നത്. ഈ 2 പോയിൻറ്റ്സാണ് ആര് പറഞ്ഞത്? ഷ്വാനും സ്ലീഡനും കൂടെ പറഞ്ഞത്. ഇനി 1855 ആര് വന്നത്? റുഡോൾഫ് വിർഷോ വന്നത്. റുഡോൾഫ് വിർഷോ വന്നിട്ടാണ് ഈ പോയിൻ്റ്, ഈ രണ്ടാമത് എഴുതിയേക്കുന്ന ഈ പോയിൻ്റ് കൊണ്ടുവന്നത് ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. എന്താണ്? സെൽസിനെ പറ്റി പറഞ്ഞു, പക്ഷേ സെൽസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ആര്? ഷ്വാനും സ്ലീഡനും പറഞ്ഞില്ലായിരുന്നു. അത് പറഞ്ഞത് ആരാ? റുഡോൾഫ് വിർഷോ ആണ്. വർഷം 1855 എന്താണ് പറഞ്ഞത്? സെൽസ് നേരത്തെ ഉണ്ടായിരുന്ന സെൽസിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? പുതിയ സെൽസ് ഫോം ചെയ്യുന്നത്. സെൽ ഡിവിഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? പുതിയ സെൽസ് ഫോം ചെയ്യുന്നത്. അതാണ് ആര് പറഞ്ഞത്? നമ്മുടെ റുഡോൾഫ് വിർഷോ പറഞ്ഞത്. ഓക്കെ, ഇനി ഈ സെൽ തിയറി കുറച്ച് ആൾക്കാർക്ക് ആപ്ലിക്കബിൾ അല്ല. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. ഈ വൈറസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു എക്സെപ്ഷൻ കേസാണ്. കാരണം എന്താണ്? വൈറസ് ഒരു എക്സെപ്ഷനാണ്. കാരണം വൈറസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ അല്ല, ഒരു RNA. ഇത് RNA ആണെന്ന് വെച്ചോ. ഇത് RNAക്ക് RNAക്ക് ചുറ്റുമായിട്ട് ഒരു പ്രോട്ടീൻ കോട്ടായിട്ടാണ് ആര് നിൽക്കുന്നത്? ഈ വൈറസ് എന്ന് പറയുന്നത്. വൈറസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? RNAയും പ്രോട്ടീനും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്? വൈറസ് എന്ന് പറഞ്ഞാൽ. RNA ഉണ്ട്, അതിന് ചുറ്റുമായിട്ട് ഒരു പ്രോട്ടീൻ കോട്ടുണ്ട്. അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് എന്ത്? ഈ വൈറസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകം സെൽസ് ആയിട്ടില്ല, ജസ്റ്റ് ഒരു RNAയും പിന്നെ ഒരു പ്രോട്ടീൻ കോട്ട് മാത്രമേ ഉള്ളൂ. അപ്പം അതെന്താണ്? സെൽ തിയറിക്ക് എഗൻസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വൈറസ് ഏതിന് എക്സെപ്ഷനാണ്? സെൽ തിയറിക്ക് എക്സെപ്ഷനാണ്. ഇനി ഈ വൈറോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു RNAയും പ്രോട്ടീൻ കോട്ടും ഉണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി വൈറോയിഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് RNA മാത്രമേ ഉള്ളൂ.
ഈ RNA മാത്രമേ ഉള്ളൂ. ആർക്ക്? വൈറോയിഡ്സിന്. അവർക്ക് പ്രോട്ടീൻ കോട്ടില്ല. ഇനി പ്രയോൺസ് എന്ന് പറഞ്ഞാലും എന്തുവാണ്? പ്രയോൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വരച്ച RNA ഇല്ല, അവർക്ക് ഈ പ്രോട്ടീൻ കോട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പം വൈറസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് RNAയും പ്രോട്ടീൻ കോട്ടും ഉണ്ട്. വൈറോയിഡ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് RNA മാത്രമേ ഉള്ളൂ. പ്രയോൺസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രോട്ടീൻ കോട്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഈ 3 പേരും സെൽ തിയറിക്ക് എഗൻസ്റ്റ് ആണ്. അപ്പം ഈ 3 പോയിൻറ്റ്സും മീൻസ് 3 ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അതേപോലെ സെൽ തിയറിയിലുള്ള ഈ 3 പോയിൻറ്റ്സും ഓർത്തിരിക്കുക. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് എക്സാമിന്. അടുത്തത് നമുക്കറിയാം സെൽസ് ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ് വരെയുണ്ട്. അപ്പം പല സൈസിലുള്ളതുണ്ട്. അപ്പോൾ എന്തുവാ? സ്മോളസ്റ്റ് ഉണ്ട്, ലാർജസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കണം. അപ്പം സൈസ് ഓഫ് സെൽ എന്ന് പറയുമ്പം ഏറ്റവും സ്മോളസ്റ്റ് സെൽ എന്ന് പറയുന്നത് ഏതാണ്? മൈക്കോപ്ലാസ്മയാണ്. മൈക്കോപ്ലാസ്മയിൽ തന്നെ മൈക്കോപ്ലാസ്മ, ഗല്ലിസെപ്റ്റം, മൈക്കോപ്ലാസ്മ ഗല്ലിസെപ്റ്റം ആണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് സെൽ എന്ന് പറയുന്നത്. ഈ ഗല്ലിസെപ്റ്റം നിങ്ങൾ എഴുതി ചേർക്കണേ നോട്ട് എഴുതാൻ നേരത്ത്. അതുപോലെ ഇതിൻ്റെ സൈസ് എത്രയാണ്? 0.3 മൈക്രോമീറ്റർ ആണ്. ഇനി ഏറ്റവും ലാർജസ്റ്റ് സെല്ല് ചോദിച്ചാൽ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ഓസ്ട്രിച്ച് എഗ് ആണ്. ഇനി ഏറ്റവും ലോങ്ങസ്റ്റ് സെൽ ഏതാണ്? ന്യൂറോൺ ആണ്. നമ്മളെ നെർവസ് സിസ്റ്റത്തിലുള്ള നമ്മുടെ ബ്രെയിൻ, നമ്മളെ സ്പൈനൽ കോഡ് ഇവിടെയൊക്കെ ഉള്ള ഏതാണ്? ന്യൂറോൺ ആണ് എന്ത്? ഏറ്റവും ലോങ്ങസ്റ്റ് സെല്ലെന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ ബോഡി എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് സെല്ല് ഏതാണ്? ഓവമാണ്. ഏറ്റവും സ്മോളസ്റ്റ് സെല്ല് ഏതാണ്? നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ സ്പേം ആണ് മെയിൽസിലുള്ളത്. അതേപോലെ ഏറ്റവും ലാർജസ്റ്റ് സെല്ലായിട്ടുള്ള ഹ്യൂമൻ ബോഡിയിലുള്ള ഓവം എന്ന് പറയുന്നത് എവിടെയാണ്? ഫീമെയിൽസിലാണ് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സെൽസ് 2 ടൈപ്പാണുള്ളത്. പ്രോക്യാരിയോട്ടിക്കും ഉണ്ട്, യൂക്യാരിയോട്ടിക്കും ഉണ്ട്. അപ്പം പ്രോക്യാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അവർക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ല, അതേപോലെ ഓർഗനൽസ് ഒന്നുമില്ല. ആർക്കെന്ന്? ഇവർക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസോ ഓർഗനൽസോ ഒന്നുമില്ല. ഓർഗനൽസ് നമ്മൾ എന്തുവാണെന്ന് പഠിക്കും. എന്തുവാണ്? നമ്മളെ ബോഡിയിൽ ഓർഗൻസ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ സെല്ല് എടുത്തു കഴിഞ്ഞാൽ സെല്ലിൽ കുറേ ഓർഗൻസ് പോലെ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗനൽസ് എന്ന് പറയുന്നത്. അപ്പം പ്രോക്യാരിയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തില്ല? ഓർഗനൽസ് ഇല്ല. പക്ഷേ ഒരാളുണ്ട്, അതാരാണ്? റൈബോസോമാണ്. റൈബോസോം അവർക്കുണ്ട്, പക്ഷേ വേറെ ഓർഗനൽസ് ഒന്നും ഇല്ല. ആർക്ക്? പ്രോക്യാരിയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ. ന്യൂക്ലിയസ്, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സെല്ല് നടുക്കായിട്ട് എന്താണ്? ന്യൂക്ലിയസ് ആണുള്ളത്, ന്യൂക്ലിയോപ്ലാസം. ഈ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് എന്താണ്? ഒരു ലെയർ ആയിട്ടുണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നാണ് നമ്മൾ പറയുന്നത്. ന്യൂക്ലിയസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് ഈ ന്യൂക്ലിയർ മെംബ്രെയിനാണ്. അപ്പം ഈ ന്യൂക്ലിയസിന് ഇതിൻ്റെ ഉള്ളിലാണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഉള്ളിൽ. അപ്പം ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്തവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോക്യാരിയോട്ടിക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് എന്തുവാണ്? ഇവർക്ക് ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. എന്തോ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മുടെ DNA എവിടെയാണുള്ളത്? നമ്മുടെ ന്യൂക്ലിയസിലാണുള്ളത്. അപ്പം അവർക്ക് എന്തില്ല? ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. ഇനി സാധാരണ പ്രോക്യാരിയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു സിംഗിൾ സ്ട്രാൻഡ് DNA ആയിരിക്കും കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് തന്നെ ഇങ്ങനെ ചുറ്റി ആയിരിക്കും ആ ന്യൂക്ലിയസിൽ കിടക്കുന്നത്. ഒരു സിംഗിൾ സ്ട്രാൻഡേ ഉണ്ടാവുള്ളൂ. ഓക്കെ, മറ്റ് യൂക്യാരിയോട്ടിക് നമ്മളിനി പഠിക്കാൻ പോകണം അവർക്കാണെങ്കിലോ ഒരു സ്ട്രാൻഡ് ആയിരിക്കത്തില്ല, കുറേ സ്ട്രാൻഡ്സ് ഉണ്ടാവും. ഇനി പ്രോക്യാരിയോട്ടിക്കിന് ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ് എന്ത്? മീസോസോംസ് എന്ന് പറയുന്നത്. അവരുടെ സെൽ മെംബ്രെയിനിലായിട്ട് ഒരു എക്സ്റ്റൻഷൻ പോലെ ഇങ്ങനെ വരും. ഇതിനെയാണ് നമ്മൾ മീസോംസ് എന്ന് പറയുന്നത്. ഈ മീസോംസ് എന്തിനു വേണ്ടിയിട്ട്? അവരുടെ റെസ്പിറേഷൻ പ്രോസസ്സുകൾ നടക്കാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ഈ മീസോസോംസ് ഉള്ളത്. അതുപോലെ ഇവർ ഓട്ടോട്രോഫിക് ആയിട്ടും
ഓട്ടോട്രോപ്പിക് ആയിട്ടും ഈ പ്രോകാരിയോട്ടിക് സെൽസിന് കാണാറുണ്ട്. ഓട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്തുവാ, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ഓട്ടോട്രോപ്പിക് എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും ഡെഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഫുഡായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ അതിനെ എന്തോ പറയുന്നത്, സാപ്രോട്രോപ്പിക് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എക്സാമ്പിൾ എന്താണ്, പ്രോകാരിയോട്ടിക് ആയിട്ടുള്ളതിന് എക്സാമ്പിളാണ് ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്കോപ്ലാസ്മ, ഗെല്ലിസെപ്റ്റൊക്കെ ഇതിലാണ് വരുന്നത്, പ്രോകാരിയോട്ടിക്കിലാണ് വരുന്നത്. അതേപോലെ ഇവരെല്ലാവരും എങ്ങനെയായിരിക്കും, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും ഏതിൽ വരുന്നത്, നമ്മുടെ പ്രോകാരിയോട്ടിക് സെല്ലിൽ വരുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് യൂകാരിയോട്ടിക് സെൽ. യൂകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് എന്തുണ്ട്, ന്യൂക്ലിയർ മെംബ്രൈൻ ഉണ്ട്. അതുപോലെ എന്തുണ്ട്, സെൽ ഓർഗനൽസും പ്രസൻ്റ് ആണ് ഏതിൽ, യൂകാരിയോട്ടിക്കിൽ. ഇനി ജെനറ്റിക് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ജെനറ്റിക് മെറ്റീരിയൽ കവേർഡ് ആണ്. അവർക്ക് നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എന്തുണ്ട്, ന്യൂക്ലിയർ മെംബ്രൈൻ ഉണ്ട്. അതേപോലെ ഇതിന് എക്സാമ്പിളാണ് ഫഞ്ചൈ, ഫംഗസ് നമ്മൾ പഠിക്കും. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പോവും. ഓക്കെ, പിന്നെ ഏതാണ്, പ്ലാന്റ്, അനിമേലിയ. എല്ലാ പ്ലാന്റ്സും എല്ലാ അനിമൽസും എന്താണ്, യൂകാരിയോട്ടിക് ആണ്. ഓക്കെ അല്ലേ? അടുത്തത് നമ്മൾ ഇനി ഓരോ സ്ട്രക്ചേഴ്സ് പഠിക്കാൻ പോവുകയാണ്. അതേപോലെ ഓരോ ഓർഗനൽസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് പുറത്തുനിന്ന് നമുക്ക് തുടങ്ങാം. ആരാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ളത്? പ്ലാന്റ് സെല്ലും ഉണ്ട്, അനിമൽ സെല്ലും ഉണ്ട്. നമുക്കറിയാം പ്ലാന്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് സെല്ലിലെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, സെൽ വോളാണ്. അപ്പം പ്ലാന്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, സെൽ വോൾ ആണ്. സെൽ വോൾ ഇവിടെ ഉണ്ട്. ഇതാണ്ടേ, ഇത് നോക്കിയേ, ഇവിടെയാണ് സെൽ വോൾ ഉള്ളത്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ലെയർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, സെൽ വോൾ ആണ്. ആർക്കാണ്, പ്ലാന്റ് സെല്ലിനാണ്. പക്ഷേ അനിമലിന് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആരാണ്, ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സെൽ മെംബ്രെയിൻ ആണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ആർക്ക്, അനിമൽ സെൽ എടുത്തു കഴിഞ്ഞാൽ. അതേപോലെ ഈ സെൽ വാൾ എന്ന് പറയുന്നത് എന്താണ്, നോൺ ലിവിങ് റിജിഡ് ലെയർ ആണ് എന്തെന്ന് പറയുന്നത്, ഈ സെൽ വാൾ എന്ന് പറയുന്നത്. നോൺ ലിവിങ് എന്ന് പറഞ്ഞാൽ ഇവർ ഈ സെൽ വോളിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്തേക്കുന്നത് നമ്മൾ പറയും. അതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, ലിവിങ് ആയിട്ടുള്ളതല്ല. അപ്പം നോൺ ലിവിങ് ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി സെൽ വോൾ എന്ന് പറയുന്നത് പ്ലാന്റിന് മാത്രമല്ല ഉള്ളത്, ചില ബാക്ടീരിയാസിനും ഫംഗസിനും കാണപ്പെടാറുണ്ട് സെൽ വോൾ. ഇനി പ്ലാന്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് വെച്ചിട്ടായിരിക്കും, സെല്ലുലോസും പെക്റ്റിനും വെച്ചിട്ടായിരിക്കും. ബാക്ടീരിയയുടെ ആണെങ്കിലോ പെപ്റ്റിഡോ ഗ്ലൈക്കൻ വെച്ചിട്ടായിരിക്കും ഫോം ചെയ്തേക്കുന്നത്. ഫഞ്ചൈയുടെ ആണെങ്കിലോ കൈറ്റിനും ബീറ്റാ ഗ്ലൂക്കഗോണും വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്തേക്കുന്നത്, ഫഞ്ചൈയുടെ സെൽ വോൾ അല്ലെങ്കിൽ ഫംഗസിൻ്റെ സെൽ വോൾ ഫോം ചെയ്തേക്കുന്നത്. ഇനി സെൽ വോൾ മെയിൻലി എന്തിനാണ്, പുറത്ത് എന്തെങ്കിലും മെക്കാനിക്കൽ ഡാമേജ്, ഹീറ്റോ ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ പ്ലാന്റിനെ അല്ലെങ്കിൽ നമ്മുടെ ലീഫ്, പ്ലാന്റിൻ്റെ എല്ലാ സെൽസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്, ഈ സെൽ വോൾ ഉള്ളത്. അതുപോലെ നമ്മുടെ പ്ലാന്റിൻ്റെ ഏതൊരു പാർട്ട് എടുത്താലും അതിനൊരു ഷേപ്പും റിജിഡിറ്റിയും കൊടുക്കുന്നത് ആരാണ്, സെൽ വോളാണ് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് സെൽ മെംബ്രെയിൻ ആണ്. സെൽ മെംബ്രെയിൻ്റെ വേറൊരു പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം പ്ലാന്റ് സെല്ലിലെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ സെൽ വോൾ ആണെങ്കിൽ അനിമൽ സെല്ലിലെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഏതാണ്, പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഓക്കെ, അതാണ് ഔട്ടർ മോസ്റ്റ് ഇൻ അനിമൽ സെൽ എന്ന് കൊടുത്തേക്കുന്നത്. ഇനി സെൽ മെംബ്രെയിൻ എന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്, ഫോസ്ഫോലിപ്പിഡ്സ് വെച്ചിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്. ശ്രദ്ധിക്കുക, അവരെന്താണ്, ഡബിൾ ലെയേർഡ് ആണ്, തിന്നാണ്, ഇലാസ്റ്റിക് ആണ്, ലിവിങ് ആണ്. അതുപോലെ ഇവരെന്താണ്, സെമി പെർമിബിൾ ആണ്. സെമി പെർമിബിൾ എന്ന് പറഞ്ഞാൽ സെലക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ, മോളിക്യൂൾസിനെ അയോൺസിനെ മാത്രമേ ആര് കടത്തിവിടുകയുള്ളൂ, സെൽ മെംബ്രെയിൻ കടത്തിവിടുകയുള്ളൂ. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ച സെൽ വോൾ അങ്ങനെയല്ല. അവരെന്താണ്, എല്ലാ മോളിക്യൂൾസിനെയും കടത്തിവിടാറുണ്ട്. അതുകൊണ്ട് അവരെ പറയുന്നത് സെൽ വോളിനെ പറയുന്നത് ഫ്രീലി പെർമിബിൾ എന്നാണ്. സെൽ മെംബ്രെയിനെ പറയുന്നത് എന്തുവാണ്,
സെമി പെർമിയബിൾ ആണ്. ഇനി അതേപോലെ ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്തുവാണ്? എല്ലാ മോളിക്യൂൾസിനെയും സെല്ലിൻ്റെ ഉള്ളിലോട്ടും അതേപോലെ പുറത്തോട്ടും കടത്തിവിടാൻ സഹായിക്കുന്നത് ആരാണ്? സെൽ മെംബ്രെയിൻ ആണ്. ഓക്കെ അല്ലേ? റെഗുലേറ്റ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ സെൽ. അതാണ് സെൽ മെംബ്രെയിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയേ, ഇതാണ് ഒരു സെല്ല്, ഇതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ അകത്തുള്ളത് സബ്സ്റ്റൻസ് നമ്മൾ പറയുന്നതാണ് ന്യൂക്ലിയോപ്ലാസം. ഇനി സെല്ലിൻ്റെ ഈ ഒരു പാർട്ട് കാണപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, സൈറ്റോപ്ലാസത്തിനെയും ന്യൂക്ലിയോപ്ലാസത്തിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഇനി പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരെന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? പർക്കിൻസ് ആണ്. വർഷം 1839 ആണ്. ഇനി ഡിസ്കവർ ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ഇത് ഡിസ്കവേർഡ് ആണ്. ഡിസ്കവേർഡ് ചെയ്തെന്ന് ചോദിച്ചാൽ ആരാണ്? ഫെലിക്സ് ഡ്യൂജർഡിൻ ആണ്. വർഷം 1835. ഇനി ഒരു സെല്ലിലുള്ള എല്ലാ ഫ്ലൂയിഡ്, ഹോൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ പ്രോട്ടോപ്ലാസം തന്നെയല്ലേ? കാരണം സൈറ്റോപ്ലാസം ഉണ്ട്, അതേപോലെ ന്യൂക്ലിയോപ്ലാസം ഉണ്ട്. ഇനി ഫിസിക്കൽ ബേസിസ് ഓഫ് ദ ലൈഫ്, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്കൽ ബേസിസ് ഓഫ് ദ ലൈഫ് എന്ന് അറിയപ്പെടുന്നതും ആരെയാണ്? പ്രോട്ടോപ്ലാസത്തെയാണ്. അങ്ങനെ പറഞ്ഞത് ആരാണ്? തോമസ് ഹസ്ലി ആണ്. അതേപോലെ ലിവിങ് ഫ്ലൂയിഡ് ഓഫ് ദ സെൽ എന്ന് പറയുന്നതും ആരെയാണ്? പ്രോട്ടോപ്ലാസത്തിനെയാണ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ പറയുന്ന പോയിൻറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അടുത്തത് സൈറ്റോപ്ലാസം ആണ്. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ജെല്ലി ലൈക്ക്, നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ ഇതിന് പുറമേ ഉള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് പ്രസൻറ്റ് ബിറ്റ്വീൻ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന പുറത്തുള്ള ആ ലെയറും അതേപോലെ ന്യൂക്ലിയസ് ആണ് ഏത് ഇതെന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസിന് പുറത്തും സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലുമായിട്ട് രണ്ടിൻ്റെ ഇടയ്ക്കാണ് ആരെ കാണപ്പെടുന്നത്? നമ്മുടെ സൈറ്റോപ്ലാസത്തിന് കാണപ്പെടുന്നത്. സൈറ്റോപ്ലാസം എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതലും ഭൂരിഭാഗവും എന്താണുള്ളത്? വെള്ളമാണുള്ളത്. 80% വാട്ടർ, 15% പ്രോട്ടീനും, 3% ഫാറ്റും, 1% കാർബോഹൈഡ്രേറ്റും, ഇനോർഗാനിക് സാൾട്ടും 1% ആണ് ഉള്ളത്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ തന്നേക്കുന്ന പോയിൻറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. ഇനി എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസ്, എല്ലാ പ്രോസസ്സുകളും നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. നമ്മളിപ്പോൾ റെസ്പിറേഷൻ എടുത്തു കഴിഞ്ഞാൽ റെസ്പിറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. പക്ഷേ ആ ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കുന്നത് ഓക്സിജൻ്റെ ആബ്സെൻസിലാണ്. അതിനെയാണ് നമ്മൾ എനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പം എനേറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. ആ സമയത്ത് 2 ATP എനർജിയാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പം എനേറോബിക് റെസ്പിറേഷൻ നടക്കുന്ന എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. ഗ്ലൈക്കോളിസിസ് ആണ് റെസ്പിറേഷൻ്റെ ഇനിഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ സൈറ്റോപ്ലാസത്തിലാണ്. പക്ഷേ ശ്രദ്ധിക്കണം, സൈറ്റ് ഓഫ് റെസ്പിറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഇവിടെയല്ല, മൈറ്റോകോൺട്രിയയിലാണ് സൈറ്റ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ റെസ്പിറേഷൻ്റെ എല്ലാ ഇനിഷ്യൽ സ്റ്റെപ്പും നടക്കുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. ആ സമയത്താണ് എന്ത് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്? പൈറൂവിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. എവിടെ വെച്ചിട്ട്? സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട്. അപ്പം നിങ്ങളത് ഓർത്തിരിക്കുക. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇനിഷ്യൽ സ്റ്റെപ്പ് എവിടെയാണ് നടക്കുന്നത്? എനേറോബിക് റെസ്പിറേഷൻ എവിടെയാണ് നടക്കുന്നത്? ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. അടുത്തത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഒരാളാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ കണ്ടുപിടിച്ചത് ആരാണ്? ആൽബർട്ട് വോൺ കൊള്ളിക്കർ ആണ്. വർഷം 18 വർഷം എന്തുവാണ്? 1857 ആണ്. ഇത് എങ്ങനെയാണ്? ഡബിൾ ലെയേർഡ് ആണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ, ഇതാണ് ഈ പടം നോക്കിയേ, ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് ഈ മാട്രിക്സ്.
ഉള്ളിലുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാട്രിക്സ് എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങൾക്ക് എല്ലാ കൊച്ചിലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ആരാണ്, മൈറ്റോകോൺട്രിയാണ്. അതേപോലെ മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെൽഫ് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്, DNA ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സെൽഫായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ് എന്ത്, സൈറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. സൈറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇനിഷ്യൽ സ്റ്റെപ്പ് എവിടെ നടക്കും, സൈറ്റോപ്ലാസത്തിൽ നടക്കും. അവിടെ ആരാ ഉണ്ടാവുന്നത്, പൈറൂവിക് ആസിഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ പൈറൂവിക് ആസിഡ് എന്നിട്ട് എങ്ങോട്ട് വരും, നമ്മുടെ മൈറ്റോകോൺട്രിയയിൽ വന്നിട്ടാണ് ബാക്കി റെസ്പിറേഷൻ്റെ എല്ലാ സ്റ്റെപ്പുകളും നടക്കുന്നത്. അതുകൊണ്ട് സൈറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ എക്സാമിന് ചോദിച്ചാൽ ആരാണ്, മൈറ്റോകോൺട്രിയാണ്. അപ്പം ആ റെസ്പിറേഷൻ നടക്കുന്നത് ഓക്സിജൻ്റെ പ്രസൻസിലാണ്. സൈറ്റോപ്ലാസത്തിൽ നടന്ന ഓക്സിജൻ്റെ ആബ്സെൻസിലാണെങ്കിൽ മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നത് ഓക്സിജൻ്റെ പ്രസൻസിലാണ്. അതുകൊണ്ട് അതിനെ എറോബിക് റെസ്പിറേഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ എത്ര ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 38 ATP എനർജി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ റൈബോസോമോ DNA ഉണ്ട്. DNA നമ്മൾ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവരെ കുറച്ച് വിചിത്രമായിട്ടുള്ള ഓർഗനലിൽ നിന്ന് ആരെ അറിയപ്പെടും, മൈറ്റോകോൺട്രിയനെ അറിയപ്പെടും. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ്, എല്ലാ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം എല്ലാ പോയിൻറ്റ്സും നിങ്ങൾക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഏതാണ്, ഗോൾഗി ബോഡീസ് ആണ്. ഗോൾഗി ബോഡീസ് എന്ന് പറഞ്ഞാൽ ആരാണ് കണ്ടുപിടിച്ചത്, കെമിലോ ഗോൾഗി എന്ന് പറയുന്ന ആളാണ്. വർഷം 1898. ഇയേഴ്സൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഗ്രൂപ്പ് ഓഫ് ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ വെസിക്കിൾസ് അല്ലെങ്കിൽ വാക്യൂൾസ് റൗണ്ട് ആയിട്ടാണ് എന്തുവാ ഇത് കാണപ്പെടുന്നത്. റൗണ്ട് ആയിട്ട് കാണപ്പെടാം, ട്യൂബ്യൂൾസ് ആയിട്ട് കാണപ്പെടാം. പൊതുവേ ഞാൻ ഒരു ഗോൾഗി ബോഡിയുടെ പടം വരയ്ക്കാം. അതേപോലെ കുറച്ച് ഇങ്ങനെ റൗണ്ടായിട്ട് കാണും. ഇത് കുറച്ചുകൂടി ചേർന്നാണ് ഇരിക്കുന്നത് ഗോൾഗി ബോഡീസ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, മെച്ചുറിങ് ഫേസ് ആണ്. ഈ പോർഷൻ എന്ന് പറയുന്നത് എന്തുവാണ്, മെച്ചുറിങ് ഫേസ് ആണ്. ഇതിൻ്റെ എന്ത് ഷേപ്പാണ്, കോൺകേവ് ഷേപ്പാണ് ഉള്ളത്. കോൺകേവ് ഷേപ്പാണ് എവിടെ ഉള്ളതെന്ന് പറയുന്നത്, മെച്ചുറിങ് ഫേസിലുള്ള സോറി ഇത് ഫോമിങ് ഫേസ് ആണ്. ഇതാണ് എന്ത്, കോൺകേവ് ഷേപ്പ് എങ്ങനെയാണ് നമുക്കറിയാമല്ലോ. കോൺകേവ് ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത്. കോൺവെക്സ് ആണെങ്കിലോ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ എങ്ങനെയാണ്, ഇവിടെ നോക്കിയേ, കോൺകേവ് ആണ്. അപ്പം മെച്ചുറിങ് ഫേസ് എന്ന് പറയുന്നത് ഏതാണ്, മെച്ചുറിങ് ഫേസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. മെച്ചുറിങ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഫോമിങ് ഫേസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതാണ് കോൺവെക്സ് ഷേപ്പ് ഉള്ളത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ശ്രദ്ധിക്കുക. മെച്ചറിങ് ഫേസ് എന്ന് പറയുന്നത് കോൺകേവ് ഷേപ്പും ഫോമിങ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്, കോൺവെക്സ് ഷേപ്പാണ് ഉള്ളത്. ഇനി സെക്രിയേറ്ററി ഓർഗനൽസ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്നത് ആരാണ്, ഗോൾഗി ബോഡീസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, നമുക്കറിയാം ഈ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സിന്തസൈസ് ചെയ്യുന്നത് ആരാന്ന് നമുക്കറിയാം. റൈബോസോമാണ്. അത് നമ്മളിനി പഠിക്കും. പക്ഷേ ഈ റൈബോസോം സിന്തസൈസ് ചെയ്ത പ്രോട്ടീൻസ് പിന്നെ എങ്ങോട്ടാണ് വരുന്നത്, ഗോൾഗി ബോഡീസിലോട്ടാണ് വരുന്നത്. എന്നിട്ട് ഗോൾഗി ബോഡിയാണ് തീരുമാനിക്കുന്നത് എത്ര പ്രോട്ടീൻ അടുത്ത സെല്ലിലോട്ട് പോകണം, അല്ലെങ്കിൽ പുറത്തോട്ട് എത്രയാണ് കൊടുത്തു വിടേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്, നമ്മുടെ ഗോൾഗി ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ഗോൾഗി ബോഡി പുറത്തോട്ട് പ്രോട്ടീൻസിനെ കടത്തി വിടുന്നതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്, സെക്രിയേറ്ററി ഓർഗനൽ ഓഫ് ദ സെൽ എന്നാണ് അറിയപ്പെടുന്നത്. ട്രാഫിക് പോലീസ് പറയുന്നതും കാരണം അത് തന്നെയാണ്. കാരണം എത്ര പോകണം എത്ര പോകണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്, ഗോൾഗി ബോഡീസാണ്. മെയിൻ ഈ ഒരു ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് മെയിൻ ഫങ്ഷൻ എന്തുവാന്ന് ചോദിച്ചാൽ, പ്രോട്ടീൻ അല്ലെങ്കിൽ ഫാറ്റ് ലിപ്പിഡിനെയൊക്കെ എന്ത് ചെയ്യുക, അതിനെ പാക്ക് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നതാണ് ആരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്, ഗോൾഗി ബോഡിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ പോയിൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിക്കുക. അതേപോലെ ഇത് തമ്മിൽ തിരിഞ്ഞു പോകല്, മെച്ചറിങ് ഫേസിനെയാണ് എന്തെന്ന് പറയുന്നത്, കോൺകേവ് ഷേപ്പും അതേപോലെ ഫോമിങ് ഫേസിനെയാണ് നമ്മൾ കോൺവെക്സ് ഷേപ്പ് എന്നും പറയുന്നത്. ഓക്കെ, അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആരാണ് കണ്ടുപിടിച്ചത്, കെയ്റ്റ് പോർട്ടർ ആണ് ഡിസ്കവർ ചെയ്തത്. വർഷം ഉണ്ട് 1945 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി നമ്മുടെ സെല്ല് എടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ വരയ്ക്കാം.
ഇത് ന്യൂക്ലിയസ്. ദാ ഇതുപോലെയാണ് എന്ത് കാണപ്പെടുന്നത്, സൈറ്റോപ്ലാസം കാണുന്നത്. ഇത് ഞാൻ ന്യൂക്ലിയസ് ആണ് വരച്ചിരിക്കുന്നത്. ഈ ന്യൂക്ലിയസിന് ചേർന്നിട്ട് ഇങ്ങനെയാണ് എന്ത് കാണുന്നത്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണുന്നത്. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൊത്തത്തിൽ നമ്മുടെ സെല്ലിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ആരാണ്, ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ഇതാണ്ട് ചില സ്ഥലത്ത് റൗണ്ടായിട്ട് അറ്റാച്ച് ചെയ്തിരിപ്പുണ്ട്. ആര്, റൈബോസോം. ഇങ്ങനെ റൈബോസോം അറ്റാച്ച് ചെയ്തവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഇനി അറ്റാച്ച് ചെയ്യാത്തവരെയോ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് എന്ത്, ഫാറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സപ്പോർട്ടീവ് ഫ്രെയിംവർക്ക് നമ്മൾ പറഞ്ഞു. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ടോക്സിൻ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ ഡീടോക്സിഫൈ ചെയ്യുന്നതും ആരാണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അതേപോലെ ഇതിൽ കുറേ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ കുറേ അയോൺസിൻ്റെ ആവശ്യമുണ്ട് ഡീടോക്സിഫൈ ചെയ്യാനായിട്ട്. അയോൺസ് ഉണ്ടുകൊണ്ട് തന്നെ കാൽഷ്യം സ്റ്റോറേജ് നടക്കുന്നതും എവിടെയാണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. പ്രോട്ടീൻ സിന്തസിസ് നമ്മൾ പറഞ്ഞു, ഓൾറെഡി ഇവിടെ പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാമിന് പ്രോട്ടീൻ സിന്തസിസ് ചോദിച്ചാൽ ആരാണ്, റൈബോസോമാണ്. നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ല. പക്ഷേ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും ചെറിയ രീതിയിൽ എന്ത് സിന്തസൈസ് ചെയ്യുന്നുണ്ട്, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ വേരിയസ് പാർട്സ് ഓഫ് ദ സെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൽ കൂടെ എന്ത് ചെയ്യും, ഇവർ മെറ്റീരിയൽസിനെ സെല്ലിൻ്റെ ബാക്കി ഭാഗങ്ങളിലും അതേപോലെ വേറെ സെൽസിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആര് സഹായിക്കും, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സഹായിക്കും. ഇത് ഈ ഡീടോക്സിഫിക്കേഷൻ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, കാൽഷ്യം സ്റ്റോറേജ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിതെല്ലാം ഓർത്തിരുന്ന് പഠിക്കുക. ഇനി നമ്മൾ മെയിൻ ആള് റൈബോസോം എന്തുവാണ്, ആരാണ് ഡിസ്കവർ ചെയ്തത്, ജോർജ് എമിൽ പാലഡേ ആണ്. വർഷം 1955. ഈ വർഷം പറയുന്നവരെല്ലാം പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോൾ ഗ്രാനുൾസ് ലൈക്ക് സ്ട്രക്ചർ അറ്റാച്ച്ഡ് ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നമ്മൾ നേരത്തെ പടം വരച്ചപ്പോൾ കണ്ടു, ഗ്രാനുൾ പോലെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് എന്ത്, ഈ റൈബോസോം എന്ന് പറയുന്നത്. അതേപോലെ സെല്ലിലെ ഏറ്റവും സ്മോളസ്റ്റ് ഓർഗനൽ എന്ന് പറയുന്നത് ആരെയാണ്, റൈബോസോമിനെയാണ്. റൈബോസോം എന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്, RNA വെച്ചിട്ടാണ്. റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. അതുപോലെ എന്താണ്, പ്രോട്ടീൻ സിന്തസിസ് ആണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീന് ഉണ്ടാക്കുകയാണ് റൈബോസോമിൻ്റെ മെയിൻ ഫങ്ഷൻ. പ്രോട്ടീൻ ഫാക്ടറി ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ആരാണ്, റൈബോസോമാണ്. പ്രോട്ടീൻ ഫാക്ടറി ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ആരെയാണ്, റൈബോസോമിനെയാണ്. എക്സാമിന് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും, നിങ്ങളിത് പഠിച്ചു വയ്ക്കുക. പ്രോട്ടീൻ ഫാക്ടറി ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്ന ആരെയാണ്, റൈബോസോമിനെയാണ്. നമുക്കറിയാം പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുമല്ലോ ആര്, റൈബോസോം. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. ഇതും നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. റൈബോസോം പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരെന്താണ്, ട്രാൻസ്ലേഷൻ ആണ്. ഓക്കെ, നമ്മൾ കുറച്ച് സ്പീഡിനാണ് ടോപ്പിക്സ് കവർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ കണ്ടൻറ്റും കിട്ടണമല്ലോ. അതേപോലെ നമുക്ക് പോർഷൻസ് പെട്ടെന്ന് കവർ ചെയ്യണം, എക്സാംസ് വരുവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സ്പീഡ് കൂടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ആ ടൈം ഒന്ന് സ്ലോ ആക്കിയിട്ട് നിങ്ങൾ കേൾക്കുക. ഓക്കെ, നമുക്ക് പോർഷൻസ് കവർ ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് സ്പീഡിനായിരിക്കും പോണത്. ഓക്കെ, അപ്പം ഈ പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക, എഴുതുക, പഠിക്കുക. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ആളിലോട്ട് പോവാം. ആരാണ്, ലൈസോസോം. ലൈസോസോം നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ലൈസോസോം, സാക്ക് റൗണ്ടായിട്ട് കാണപ്പെടുന്നത്, അല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻട്രാ സെല്ലുലാർ ഡൈജഷനാണ്. എന്ന് പറഞ്ഞാൽ ഇവർ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഈ ലൈസോസോം എന്ത് ചെയ്യും, അതിനെ ഡിസ്ട്രോയ് ചെയ്യും. അതേപോലെ നമ്മുടെ സെല്ലിപ്പം
വയസ്സായി ഓൾഡായെന്ന് വെച്ചോ, ഓൾഡായി കഴിഞ്ഞാൽ പിന്നെ ആ സെല്ലിന് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് പുതിയ സെല്ല് വരണം. അപ്പോൾ ആ സെല്ല് നശിച്ചും പോകണം. അപ്പം അതേപോലെ എന്തെങ്കിലും ഡാമേജ് ആയിക്കഴിഞ്ഞാൽ, സെല്ലിന് എന്തെങ്കിലും റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ആ സെല്ല് നശിച്ചു പോകണം. അപ്പം അതിനൊക്കെ ആരാണ് സഹായിക്കുന്നത്? ഈ ലൈസോസോമാണ് സഹായിക്കുന്നത്. പുറത്തുനിന്ന് എന്തെങ്കിലും എക്സ്റ്റേണൽ ബോഡി വന്നാലും അതിനെ എന്ത് ചെയ്യും? ഈ ലൈസോസോം നശിപ്പിക്കും. മാത്രമല്ല ആ സെല്ലിനെ മൊത്തത്തിൽ നശിപ്പിക്കാൻ വേണ്ടി ലൈസോസോം എന്ത് ചെയ്യും? ലൈസോസോം അതിൻ്റെ ചുറ്റുമുള്ള ഓർഗനൽസിനെ നശിപ്പിക്കും, അത് സ്വയമേ നശിക്കും. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? സൂയിസൈഡൽ ബാഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ചുറ്റുമുള്ള ഓർഗൻസിനെ നശിപ്പിക്കും, അതുപോലെ അതും സ്വയം അങ്ങ് എന്ത് ചെയ്യും? നശിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് സൂയിസൈഡൽ ബാഗ്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു നേച്ചർ ഉണ്ടോണ്ട് തന്നെ, ഈ സെല്ലിനെ നശിപ്പിക്കാനുള്ള നേച്ചർ ഉണ്ടോണ്ട് തന്നെ അതിനെ ഡൈജസ്റ്റീവ് ബാഗ് എന്നും ആറ്റം ബോംബ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന ആറ്റം ബോംബായിട്ട് നിൽക്കുന്നത് ആരാണ്? ലൈസോസോം ആണ്. ഡിസ്ട്രോയ് ഫോറിൻ സബ്സ്റ്റൻസസ്. അതെങ്ങനെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് ആര് സെക്രിയേറ്റ് ചെയ്യും? നമ്മുടെ ലൈസോസോം സെക്രിയേറ്റ് ചെയ്യും. ലൈസോസോം സെക്രിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ചുറ്റുമുള്ള ഓർഗൻസിനെ അതിനെ സ്വയം നശിപ്പിക്കുന്നത് എന്താണ്? ഈ ഡൈജസ്റ്റീവ് നല്ല പവർഫുൾ ആയിട്ടുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് സെക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഇനി ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? അത് അതിൻ്റെ തന്നെ സ്വയം സെല്ലിനെ ഡൈജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഡൈജസ്റ്റീവ് ബാഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റം ബോംബ് ഓഫ് ദ സെൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നതും ആരാണ്? ലൈസോസോമാണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഈ പോയിൻറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആരാണ്? കുഞ്ഞിലേ നമ്മൾ പഠിക്കുന്നത് റോബർട്ട് ബ്രൗൺ ആണ്. വർഷം എന്തുവാ? 1831 ആണ് എന്തെന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച വർഷം. നമ്മുടെ ബോഡിയിൽ എല്ലാം കൺട്രോൾ ചെയ്യുന്ന, റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെല്ലിലുള്ള നമ്മുടെ മെയിൻ സെൻറ്റർ ആയിട്ടുള്ള ആളായിട്ടുള്ള ന്യൂക്ലിയസ് ആണ് എന്ത് ചെയ്യുന്നത്? എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കൺട്രോൾ റൂം, മാനേജർ റൂം, ബ്രെയിൻ, മാനേജർ, മാസ്റ്റർ ഓഫ് ദ സെൽ എല്ലാം അറിയപ്പെടുന്നത് ആരാണ്? ന്യൂക്ലിയസ് ആണ്. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ന്യൂക്ലിയസ് തന്നെയായിരിക്കും. കാരണം എല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ആരാ? ന്യൂക്ലിയസ് ആണ്. അതേപോലെ സെൻറ്റർ ഓഫ് ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ DNA ഉള്ളതും എവിടെയാണ്? ന്യൂക്ലിയസ്. DNA എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ പേരൻസിൽ നിന്നും നമുക്ക് ജെനറ്റിക് പരമായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതാണ് സെൻറ്റർ ഓഫ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ക്രോമസോംസ് ഉണ്ട്. നമ്മൾ ക്രോമസോംസ് വേണമല്ലോ അതിന് വേണ്ടി, എന്നാലല്ലേ സെൽ ഡിവിഷനും കാര്യങ്ങളും എല്ലാം നടക്കുകയുള്ളൂ. അപ്പോൾ ക്രോമസോംസ്, DNA, നമ്മുടെ സെൻറ്റർ ഓഫ് ഹെറിഡിറ്റി എന്നൊക്കെ പറയുന്നത് ആരാണ്? DNA ക്രോമസോമും എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. സെൻറ്റർ ഓഫ് ഹെറിഡിറ്റി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ന്യൂക്ലിയസിനെയാണ്. കൺട്രോൾ റൂം, മാനേജർ ഓഫ് ദ സെൽ, ബ്രെയിൻ അഥവാ മാനേജർ ഓഫ് ദ സെൽ അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ദ സെൽ എന്ത് ചോദിച്ചാലും ആരാണ്? ന്യൂക്ലിയസ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു സ്മോളസ്റ്റ് ഓർഗനൽ ആരായിരുന്നു? റൈബോസോം. പക്ഷേ ലാർജസ്റ്റ് ഓർഗനൽ ആരാണ്? നമ്മുടെ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ലാർജസ്റ്റ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ആരാണ്? ന്യൂക്ലിയസ് ആണ്. അടുത്തത് പ്ലാസ്റ്റിഡ്സും നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. ആരെയാണെന്നറിയാവോ? ഈ സാന്തോഫില്ല് അതേപോലെ ആന്തോസയാനിനൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. പ്ലാസ്റ്റിഡ്സ് പൊതുവേ ആരിൽ മാത്രമേ ഉള്ളൂ? പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുക, സ്റ്റോർ ചെയ്യുക, അതാണ്. അതിന് വേണ്ടി 3 ടൈപ്പിലാണ് ഇവരെ കാണപ്പെടുന്നത്. ക്ലോറോപ്ലാസ്റ്റ് ആയിട്ടും, ക്രോമോപ്ലാസ്റ്റ് ആയിട്ടും, ലൂക്കോപ്ലാസ്റ്റ് ആയിട്ടുമാണ് ഇവരെ കാണപ്പെടുന്നത്. ക്ലോറോപ്ലാസ്റ്റ് ആണെങ്കിൽ എന്താണ്? ഗ്രീൻ കളേർഡ് ആണ്. നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റിലുള്ള പിഗ്മെൻറ്റ് എന്തുവാണ്? ക്ലോറോഫിൽ. ഓക്കെ അല്ലേ? അപ്പം ക്ലോറോഫിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ക്രോമോപ്ലാസ്റ്റ് ആണ് നമ്മുടെ ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സിനെല്ലാം കളറ് കൊടുക്കുന്നത്. അതിൽ 2 പേരുണ്ട്, സാന്തോഫിലും ഉണ്ട്, ആന്തോസയാനിനും ഉണ്ട്. സാന്തോഫിൽ പിഗ്മെൻ്റ് ആണ് യെല്ലോ കളറ് കൊടുക്കുന്നത്. ആന്തോസയാനിനാണ് ബ്ലൂ പർപ്പിൾ റെഡ് കളേഴ്സ് കൊടുക്കുന്നത്. നമ്മൾ ഗ്രേപ്സ്, ബെറീസ് ഇതിനെല്ലാം ഈ കളർ കിട്ടുന്നത് എവിടെ നിന്നാണ്? ആന്തോസയാനിൽ നിന്നുമാണ്.
ഇനി ലൂക്കോപ്ലാസ്റ്റ് ആണുള്ളത്. ലൂക്കോപ്ലാസ്റ്റ് കളർലെസ് ആണ്. അവർ മെയിൻലി എന്താണ് ഈ ഫുഡ് റൂട്ടിലും അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിലൊക്കെ കാണപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ 3 ആൾക്കാരുണ്ട്. അമൈലോപ്ലാസ്റ്റ്, എലിയോപ്ലാസ്റ്റ്, അല്യൂറോപ്ലാസ്റ്റ് ആണ്. ഈ അമൈലോപ്ലാസ്റ്റ് എന്ത് സ്റ്റോർ ചെയ്യും? കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യും. എലിയോപ്ലാസ്റ്റ് എന്ത് സ്റ്റോർ ചെയ്യും? ഓയിൽ സ്റ്റോർ ചെയ്യും. അല്യൂറോപ്ലാസ്റ്റ് എന്ത് സ്റ്റോർ ചെയ്യും? പ്രോട്ടീൻസ് സ്റ്റോർ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പം ഇത് ഇത്രയും ഈ സാന്തോഫിലും ആന്തോസൈനിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. പിന്നെ ഇതിൽ സ്റ്റോർ ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് ആയിട്ടും എലിയോപ്ലാസ്റ്റിൽ സ്റ്റോർ ചെയ്യുന്ന ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ്, പിന്നെ അല്യൂറോപ്ലാസ്റ്റിലാണെങ്കിലും പ്രോട്ടീൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. അടുത്തത് നമ്മൾ സെല്ലാണ് ഇത്രയും നേരം നോക്കിയത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആരെയാണ്? അനിമൽ കിങ്ഡം ആണ് നമുക്കിനി നോക്കാനുള്ളത്. അനിമൽ കിങ്ഡത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? അനിമൽ കിങ്ഡം നമുക്കറിയാം. എല്ലാവരും എങ്ങനെയാണ്? ഹെറ്ററോട്രോപ്പിക് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, യൂക്യാരിയോട്ടിക് ആണ്. അതുപോലെ അവർക്ക് എന്തില്ല? സെൽ വോളും ഇല്ല. ഹെറ്ററോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹെറ്ററോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്തോ വേറെ ഓർഗാനിസത്തിന് അവരുടെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെറ്ററോട്രോഫിക് എന്ന് പറയുന്നത്. നമുക്കറിയാം അനിമൽ കിങ്ഡത്തിലുള്ള എല്ലാവരും എങ്ങനെയാണ്? മൾട്ടി സെല്ലുലാർ ആണ്, യൂണിസെല്ലുലാർ അല്ല. എല്ലാവരും മൾട്ടി സെല്ലുലാർ ആണ്. അതുപോലെ അവരെന്താണ്? യൂക്യാരിയോട്ടിക് ആണ് എന്ന് പറഞ്ഞാൽ അവർക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. അതേപോലെ അവർക്ക് എന്തില്ല? സെൽ വോൾ ഇല്ല. നമുക്കറിയാം സെൽ വോൾ ആർക്കാണ് ഉള്ളത്? പ്ലാന്റ്സിനാണ് ഉള്ളത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് അനിമൽസിനെ പറ്റിയാണ്. അപ്പോൾ അനിമൽസിന് എന്തില്ല? സെൽ വോൾ ഇല്ല. ഇനി അനിമേലിയ അല്ലെങ്കിൽ ആനിമൽസിനെ 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. എന്തൊക്കെയാണ്? ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, സിമ്മട്രി, പ്രസൻസ് ഓഫ് സീലോ. ഈ 3 കാര്യങ്ങൾ നമ്മളിനി നോക്കാൻ പോവുകയാണ്. ആദ്യം സിമ്മട്രി ആണ്. സിമ്മട്രി എന്ന് പറയുന്നത് അസിമെട്രി ഉണ്ട്, റേഡിയൽ സിമ്മട്രി ഉണ്ട്, ബൈലാറ്ററൽ സിമ്മട്രി ഉണ്ട്. ഇനി ഈ അസിമെട്രി എന്ന് പറയുമ്പം എന്തുവാണ്? അസിമെട്രി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഓർഗാനിസം ഷേപ്പ് ഇങ്ങനെയാണെന്ന് വെച്ചോ. നമ്മൾ ഇതിന് എങ്ങനെ ഡിവൈഡ് ചെയ്താലും 2 പാർട്ടായിട്ട് കിട്ടാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസിമെട്രി എന്ന് പറയുന്നത്. റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു ഓർഗാനിസത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ, ഇപ്പോൾ ഒരു സെൻറ്റർ ഉണ്ടെന്ന് വെച്ചോ, അതിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2 ഈക്വൽ പാർട്ടായിട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്താൽ 2 ഈക്വൽ പാർട്ടായിട്ട് കിട്ടും. 2 ഈക്വൽ പാർട്ടായിട്ട് നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുന്നത്. ഇനി ഇവരുടെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫൈലംസ് ഏതൊക്കെയാണെന്ന് അറിയാവോ? ഏതൊക്കെയാണ് ഫൈലംസ് ഉള്ളത്? 11 ഫൈലംസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? 1 പോരിഫറ, അടുത്തത് സീലൻജറേറ്റ, 3 ആരാണ്? ടീനോഫോറ, 4 പ്ലാറ്റിഹെൽമിന്തസ്, 5 ആഷ് ഹെൽമിന്തസ്, അടുത്ത 6 ആരാണ്? അനലിഡയാണ്, 7 ആർത്രോപോഡയാണ്, 8 എക്കിനോഡെർമേറ്റയാണ്, 9 മൊളസ്ക, 9ാമത്തെ നമുക്ക് ആരാണ്? മൊളസ്കയാണ് വേണ്ടത് കേട്ടോ. 9ാമത്തെ അല്ല, 8ാമത്തെ ആരാണ്? മൊളസ്ക. 9ാമത്തെയാണ് ആര്? എക്കിനോഡെർമേറ്റ. ഇനി 10ാമത്തെ ആരാണ്? 10ാമത്തെ ആരെയാണ്? ഹെമി കോർഡേറ്റ.
അപ്പോൾ ആരൊക്കെയാണ്? പോരിഫറ, സീലൻഡ്രേറ്റ, ടീനോഫോറ, പിന്നെ പ്ലാറ്റി ഹെൽമിന്തസ്, ആഷ് ഹെൽമിന്തസ്, പിന്നെ ഏതാണ്? അനലിഡ, ആർത്രോപോഡ കഴിഞ്ഞ ആരാണ്? മൊളസ്ക, എക്കിനോഡെർമേറ്റ, പിന്നെ ഏതാണ്? ഹെമികോർഡേറ്റയാണുള്ളത്. അപ്പോൾ ഇത്രയും പേരെയാണ് നമുക്ക് എന്തുള്ളത്? പഠിക്കാനുള്ളത്. അപ്പം ആദ്യം നമ്മൾ അസിമെട്രി പറഞ്ഞായിരുന്നല്ലോ. അസിമെട്രിക്കിൽ വരുന്നത് ആരാണ്? പോരിഫറയാണ്. റേഡിയൽ സിമെട്രി എടുത്തു കഴിഞ്ഞാലോ അതിൽ സീലൻഡ്രേറ്റയും ടീനോഫോറയാണ് വരുന്നത്. ഇനി ബൈലാറ്ററൽ സിമെട്രി ആണെങ്കിലോ അതിൽ പ്ലാറ്റി ഹെൽമിന്തസ് തൊട്ട് ബാക്കി കോർഡേറ്റ് എല്ലാം വരുന്നത് ഏതാണ്? ബൈലാറ്ററൽ സിമെട്രിയിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് സീലോമേറ്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? സീലോം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മുടെ ഗട്ട് ക്യാവിറ്റിയും ബോഡി ക്യാവിറ്റീൻ്റെ ഇടയ്ക്കുള്ള സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീലോം എന്ന് പറയുന്നത്. ഈ സീലോം ഇല്ലാത്തവരെ സീലോമേറ്റ് എന്ന് പറയും. ഇനി സീലോം ഉണ്ട് എന്നില്ല ആ രീതിയിലുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരുടെ സീലോം എടുത്തു കഴിഞ്ഞാൽ പാച്ചസ് പോലെ ഇരിക്കും. റൗണ്ടായിട്ട് എന്ത് ചെയ്യും? അവരുടെ ബോഡിയിൽ കാണപ്പെടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്യൂഡോസീലോം എന്ന് പറയുന്നത്. ഇനി ട്രൂ സീലോം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ഒരു ബോഡി ക്യാവിറ്റി ഉള്ളവരെയാണ് ട്രൂ സീലോം എന്ന് പറയുന്നത്. അപ്പോൾ സ്യൂഡോസീലോം കാണുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? ആഷ് ഹെൽമിന്തസ് ആണ്. സീലോമേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പ്ലാറ്റി ഹെൽമിന്തസ് വരെ ഉള്ളവർക്ക് എന്തുവാണ്? എന്തില്ല? സീലോം ഇല്ല. ട്രൂ ആയിട്ടുള്ള സീലോം ഉള്ളത് ആരാണ്? ഈ ആഷ് കഴിഞ്ഞിട്ടുള്ള അല്ലിഡ് തൊട്ട് ബാക്കി കോർഡേറ്റൊക്കെ എല്ലാം എന്തുണ്ട്? ട്രൂ ആയിട്ടുള്ള സീലോം ഉണ്ട്. ഇനി ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലായിരുന്നു ആദ്യത്തെ ആൾ. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പറയാൻ നേരത്ത് എങ്ങനെയാണ്? ആദ്യത്തെ വരുന്നത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, 2 ടിഷ്യൂ ലെവല്, 3 ഓർഗൻ ലെവല്, 4 ഓർഗൻ സിസ്റ്റം ലെവല്. ഈ 3 ഏതിൽ വരുന്നത്? ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ വരുന്നത്. നമ്മൾ നേരത്തെ നോക്കിയത് സിമെട്രിയും സീലോമും ആണ്. ഈ സെല്ലുലാർ ലെവൽ വരുന്നത് ആരാ? പോരിഫറയാണ് സെല്ലുലാർ ലെവൽ വരുന്നത്. ടിഷ്യൂ വരുമ്പോഴോ സീലൻഡറേറ്റയും അതുപോലെ ടീനോഫോറയും വരും. ഓർഗൻ വരുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? പ്ലാറ്റി ഹെൽമിന്താണ് ഏത് വരുന്നത്? ഓർഗൻ വരുന്നത്. ഓർഗൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബാക്കി പ്ലാറ്റി കഴിഞ്ഞിട്ടുള്ള ആഷ് തൊട്ട് ഇങ്ങോട്ടുള്ളവർക്ക് എല്ലാവർക്കും തൊട്ട് കോർഡേറ്റ് വരെ ഉള്ളവർക്ക് എന്താണ്? ഓർഗൻ സിസ്റ്റമാണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി ഫസ്റ്റ് ഫൈലുമായിട്ടുള്ള പോരിഫറയാണ് നോക്കാൻ പോണത്. പോരിഫറ നമുക്കറിയാം അവർ വേറെ പേരെന്തുവാണ്? സ്പോഞ്ചസ് എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ ഇവർ എന്താണ്? നോൺ മോട്ടൈലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് നോൺ മോട്ടൈൽ ആയിട്ടുള്ളത്. അതേപോലെ ഇവർക്ക് എന്തുണ്ട്? വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉണ്ട്. നോക്കിയേ, ഈ ഒരു ഫിഗർ നോക്കിയേ, ഇവിടെ നമ്മൾ കാണുന്നുണ്ടോ ഓസ്റ്റിയം. ഈ ഓസ്റ്റിയം വഴിയാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ ഉള്ളിലോട്ട് കയറുന്നത്. ഇനി ഈ ഉള്ളിലോട്ട് കയറുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, കയറിയിരിക്കുന്ന ആ സ്പേസിന് പറയുന്നതാണ് എന്ത്? സ്പോഞ്ചോസീൽ. ഈ സ്പോഞ്ചോസീൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? ലൈൻ ചെയ്തേക്കുന്നത്. ആ സെൽസിനെയാണ് നമ്മൾ കൊയാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളർ സെൽസ് എന്ന് പറയുന്നത്. ഇപ്പം വെള്ളം ഉള്ളിലോട്ട് കയറിയല്ലോ, അതിപ്പോൾ ഇറങ്ങിപ്പോകാനൊരു ഹോൾ വേണ്ടേ? ആ ഹോളിനെയാണ് നമ്മൾ ഓസ്കുലം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഉള്ളിലോട്ട് വരുന്ന ഓസ്റ്റിയം, ഉള്ളിൽ കയറി വരുന്ന ആ സ്പേസ് എന്തുവാണ്? സ്പോഞ്ചോസീൽ എന്ന് പറയും. സ്പേസിന് ലൈൻ ചെയ്യുന്ന സെൽസിന് നമ്മൾ എന്ത് ചെയ്യും? കൊയാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളർ സെൽസ് എന്ന് പറയും. ഇനി വെള്ളം ഇറങ്ങി പോണത് എവിടെ വഴിയാണ്? ഓസ്കുലം വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടെന്ന് പറയാം. അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഇവർ നോൺ മോട്ടൈലാണെന്ന് ഓർത്തിരിക്കുക. സ്പോഞ്ചസ് ഇതിന് എക്സാമ്പിൾ ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്. സൈക്കൺ, യൂസ്പോഞ്ചിയ,
സൈക്കിളിന് സൈഫ എന്നും പറയാം. യൂസ്പോഞ്ചിയനെയാണ് ബാത്ത് സ്പോഞ്ച് എന്നറിയപ്പെടുന്നത്. ഇനി സ്പോഞ്ച് ഇല്ല, ഫ്രഷ് വാട്ടർ സ്പോഞ്ച് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്ര എക്സാമ്പിൾസും ഈ പോയിൻറ്റ്സ്, ഈ 2 പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ മോട്ടയിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ഓർത്തിരിക്കുക, പഠിക്കുക. ഓക്കെ, അടുത്തത് സീലൻഡറേറ്റയാണ്. സീലൻഡറേറ്ററിന് വേറൊരു പേരെന്താണ്? നിഡേറിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. നിഡേറിയൻസ് ആണ് അറിയപ്പെടുന്നത്. കാരണം എന്തുവാ? ഇവർക്ക് ഒരു സ്റ്റിങ്കിങ് ആയിട്ടുള്ള ഒരു പാർട്ട് ഇവരുടെ ബോഡിയിലുണ്ട്. സ്റ്റിങ്ങിങ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആ പാർട്ട് വെച്ചിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവർ എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് ആ കുത്തി വയ്ക്കാൻ പറ്റും. ഈ കുത്തുന്നതിനെയാണ് നമ്മൾ സ്റ്റിങ് എന്ന് പറയുന്നത്. അവർക്ക് വിഷം കുത്തി വെച്ചിട്ട് അവരുടെ എനിമീസിൽ നിന്ന് രക്ഷപ്പെടാൻ ആര് സഹായിക്കും? ഇവരുടെ ഈ ഒരു പാർട്ടായിട്ടുള്ള നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന പാർട്ട് അവരെ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു ഫീച്ചറാണ് എന്ത്? നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ നിഡോബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇവർ എന്തെന്നറിയപ്പെടുന്നത്? നിഡേറിയൻസ് എന്നറിയപ്പെടുന്നത്. ഇനി ഇവർ സാധാരണ 2 ബോഡി ഫോംസിലാണ് കാണപ്പെടുന്നത്. ആരൊക്കെ ആയിട്ടാണ്? പോളിപ്പും മെഡൂസയും. പോളിപ്പും മെഡൂസയും ഈ 2 ബോഡി പാർട്ടിലാണ് ഇവരെ കാണപ്പെടുന്നത്. ഈ പോളിപ്പ് എന്ന് പറയുന്നത് കുറച്ച് സിലിണ്ട്രിക്കൽ ഷേപ്പിലിരിക്കും. ഇനി ഈ മെഡൂസ എന്ന് പറഞ്ഞാൽ ഒരു അംബ്രല്ല ഷേപ്പിലാണ് ഇരിക്കുന്നത്. ആരെന്ന് പറയുന്നത്? മെഡൂസ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ജനറേഷനിൽ ഇപ്പം പോളിപ്പ് ഫോം ആണെങ്കിൽ അടുത്ത ജനറേഷനിൽ എന്തായിരിക്കും? മെഡൂസെ ഫോം ആയിരിക്കും. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ പോളിപ്പ് എന്ന് പറയുന്നത് അസെക്ഷലി ആരെ പ്രൊഡ്യൂസ് ചെയ്യും? മെഡൂസേനെ പ്രൊഡ്യൂസ് ചെയ്യും. അതേസമയം ഈ മെഡൂസ സെക്ഷലി ആരെ പ്രൊഡ്യൂസ് ചെയ്യും? നമ്മുടെ പോളിപ്പിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതേ കണക്ക് ഒരു ജനറേഷനിൽ ഇപ്പോൾ പോളിപ്പിനെയാണ് കാണപ്പെടുന്നതെങ്കിൽ അടുത്ത ജനറേഷനിൽ ആരെയാണ്? മെഡൂസയാണ്. ഇതേ കണക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാജെനിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റാജെനിസിസ് നടക്കുന്നത് ഏത് ഫൈലത്തിൽ വെച്ചാൽ ഏത് ഫൈലമാണ്? സീലൻഡറേറ്റ ആണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇവർക്ക് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ ഈ കൊടുത്തേക്കുന്നത് ഏതാണ്? സീ അനിമോണിനെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. സീ അനിമോൺ ഇത് പൂ പോലെയാണ് കാണപ്പെടുന്നത്. അനിമോൺ എന്ന് പറയുന്നത് ഒരു പൂവാണ്. അപ്പം പൂ പോലെയാണ് ഇതിനെ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അഡാംസിയനെ സീ അനിമോൺ എന്ന് പറയുന്നത്. ഓക്കെ, അഡാംസിയനെയാണ് സീ അനിമോൺ എന്ന് പറയുന്നത്. ഇതൊക്കെ എക്സാമ്പിളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഗോർഗോണിയ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സീ ഫാൻ. പെനാറ്റുല സീ പെൻ. ഫൈസേലിയ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. നിങ്ങൾ പഠിക്കാൻ നേരത്ത് ഇതിൻ്റെ പിക്സ് എന്ത് ചെയ്യുക? ഫോണിൽ ഗൂഗിളിൽ നോക്കുക. നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇത് ഫാൻ പോലെയായിരിക്കുന്നത്, പെൻ പോലെയായിരിക്കുന്നത്. അതുപോലെ ഈ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ ആയിട്ടുള്ള ഫൈസേലിയ നോക്കിക്കഴിഞ്ഞാൽ ഒരു യുദ്ധക്കപ്പൽ കിടക്കുന്ന പോലെ ഇരിക്കും. ഒരു കടലെടുത്തു കഴിഞ്ഞാൽ കടലിൽ യുദ്ധക്കപ്പൽ കിടക്കുന്ന പോലെ ആയിരിക്കുന്നത്? ഫൈസേലിയ. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഓർക്കുക. അതേപോലെ ഇതിൽ ഞാൻ നേരത്തെ ഇതിലുള്ള ഈ പിക്ചർ എന്ന് പറയുന്നത് ഏതാണ്? ഈ പിക്ചർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാരാണ്? ജെല്ലി ഫിഷാണ്. ജെല്ലി ഫിഷ്. അതുപോലെ ഹൈഡ്രയും ആരുടെ എക്സാമ്പിൾസ് ആണ്? നിങ്ങൾക്ക് ഇവിടെ എഴുതിയാൽ കാണാൻ പറ്റുമോ? ഓക്കെ, ഇങ്ങോട്ട് എഴുതാം. ഹൈഡ്ര. ഈ പിക്ചറിലുള്ളത് ആരാണ്? ജെല്ലി ഫിഷാണ്. വേറൊരു എക്സാമ്പിൾ ഉള്ളത് ആരാണ്? ഹൈഡ്ര. അപ്പോൾ ഇവർ 2 പേരും ആരിൽ വരുന്നതാണ്? സീലൻഡ്രേറ്റയിൽ വരുന്നതാണ്. ഞാൻ അവിടെ എക്സാമ്പിൾസ് കൊടുത്തതിൻ്റെ കൂട്ടത്തിലായിട്ട് നിങ്ങൾ ഈ ഹൈഡ്രയും ജെല്ലി ഫിഷും കൂടെ എഴുതി ചേർക്കുക. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എക്സാമ്പിൾസ് ആണ്. അടുത്തത് ടീനോഫോറ. ടീനോഫോറയിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ പോയിൻറ്റ്സ് ഒന്നും ഓർത്തിരിക്കാനില്ല. ഈ 2 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഏത്? അവർക്ക് 2 പേരാണുള്ളത്, കോം ജെല്ലീസും സീ വാൾനട്ടും. നിങ്ങൾക്ക് പടം കാണുമ്പോൾ അറിയാം, റൗണ്ടായിട്ട് ആണ്, വാൾനട്ട് പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സീ വാൾനട്ട് എന്ന് പറയും. കോം ജെല്ലീസ് എന്ന് പറയാൻ കാര്യം അതുകൊണ്ട് ഇവർ 2 വശത്തായിട്ട് ഇങ്ങനെ കണ്ടോ? ഇതിൽ കോമ്പ് പോലെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടോ? കോംബ് പ്ലേറ്റ്സ്. പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്. ഈ കോംബ് പ്ലേറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവരെ കോം ജെല്ലീസ് എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ഒരു സ്പെഷ്യാലിറ്റിയാണ് എന്ത്? ഇവർക്ക് സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ ബയോലൂമിനിസെൻസ് എന്ന് പറയുന്നത്. 2 എക്സാമ്പിൾസ് ആണുള്ളത്, പ്ലൂറോബ്രാക്കിയയും ടീനോപ്ലാനയും. ഈ പടം കൊടുത്തേക്കുന്ന ആരെയാണ്? പ്ലൂറോബ്രാക്കിയനെയാണ്. ഓക്കെ അല്ലേ? കോം ജെല്ലീസ്, സീ വാൾനട്ട്സ് ഇമ്പോർട്ടൻറ്റ്, അവരുടെ പേര് ഓർത്തിരിക്കുക. ഓക്കെ,
അടുത്തത് പ്ലാറ്റി ഹെൽമിൻറ്റസ്. പ്ലാറ്റി ഹെൽമിൻറ്റസ് എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോഴേ അറിയാം, പ്ലാറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ, ഫ്ലാറ്റ് ആയിട്ടുള്ള വേംസിനെയാണ്. ഈ ഹെൽമന്ത് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, വേം എന്നാണ് അർത്ഥം. അപ്പം ഇവർ ഫ്ലാറ്റ് ആയിട്ടുള്ള വേംസ് ആണ് എന്തെന്ന് പറയുന്നത്, പ്ലാറ്റി ഹെൽമിൻറ്റസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇവർ എൻഡോ പാരാസൈറ്റ് എൻഡോ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ. അപ്പം ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, പാരാസൈറ്റ് എന്നാണ്. എൻഡോ പാരാസൈറ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ജീവികളുടെ ഉള്ളിലാണ് ഇവർ കാണപ്പെടുന്നത്, അതുകൊണ്ടാണ് എൻഡോ പാരാസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഉള്ളിൽ കാണപ്പെടുന്നതുകൊണ്ട് തന്നെ അവിടെ പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടി ഇവർക്ക് എന്ത് വേണം, ഹുക്സും സക്കേഴ്സൊക്കെ വേണം. അതുകൊണ്ട് എന്താണ്, ഇവർക്ക് ഹുക്കും സക്കേഴ്സും ഉണ്ട്. ആർക്ക്, ഈ പറയുന്ന പ്ലാറ്റി ഹെൽമിൻറ്റസിന്. മാത്രമല്ല ഇവരുടെ എക്സ്ക്രിയേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് എന്തുവാണ്, ഫ്ലെയിം സെൽസ് ആണ്. ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത് അവരുടെ ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ, ഇപ്പോൾ ഒരു ബോഡിയിലെ വാട്ടർ കണ്ടൻറ്റും സാൾട്ട് കണ്ടൻറ്റിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നത്. അതിനും സഹായിക്കുന്നത് ആരാണ്, ഈ ഫ്ലെയിം സെൽസ് ആണ് സഹായിക്കുന്നത്. എക്സാമ്പിൾസ് എന്തുവാണ്, ടാനിയ അല്ലെങ്കിൽ ടേപ്പ് വേം. ആ ടേപ്പ് വേമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ടേപ്പ് വേം. ഇതാണ് ഫാസിയോള എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്തുവാണ്, ലിവർ ഫ്ലൂക്ക് എന്ന് പറയും. ലിവർ ഫ്ലൂക്ക് അതിൻ്റെ വേറെ പേരാണ്. ഇതെന്താണ്, ടേപ്പ് വേം അല്ലെങ്കിൽ ചാനിയ. ഓക്കെ, ഈ രണ്ട് പടങ്ങൾ ഓർത്തിരിക്കുക, രണ്ട് എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. ഒരാളും കൂടിയുണ്ട്, പ്ലാനേറിയ. നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചതാണ് പ്ലാനേറിയയെ പറ്റി. ഇവരുടെ ഈ പടത്തിൽ നോക്കിയേ, ഇവർ രണ്ട് കണ്ണ് പോലെ കാണുന്നുണ്ടോ? അപ്പം ഐ സ്പോട്ട് ഉള്ളത് ഏത് ഓർഗാനിസം ആണെന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഐ സ്പോട്ട് ഉള്ള ഓർഗാനിസം ആരാണ്, പ്ലാനേറിയയാണ്. ഈ ഐ സ്പോട്ട് ഉപയോഗിച്ചിട്ട് അവർക്ക് ലൈറ്റ് സെൻസ് ചെയ്യാൻ പറ്റും. അവിടെ എനിമീസൊന്നും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് സഹായിക്കും, ഈ ഐ സ്പോട്ട് അവരെ സഹായിക്കും, ലൈറ്റ് സെൻസ് ചെയ്യാൻ സഹായിക്കും. ആര്, ഈ ഐ സ്പോട്ട്. ആരിലാണിത് കാണപ്പെടുന്നത്, പ്ലാനേറിയ. ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കുക, ഫ്ലെയിം സെൽസ് ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കുക. ഫ്ലാറ്റ് വേം എന്നറിയപ്പെടുന്നത് ആരെയാണ്, പ്ലാറ്റി ഹെൽമിൻറ്റസിനെയാണ്. അടുത്തത് ആഷ് ഹെൽമിൻറ്റസ് ആണ്. അപ്പം ഇവരെ അറിയപ്പെടുന്നത് റൗണ്ട് വേംസ് ആണ്. കാരണം എന്തുവാ, ഇവരറിയപ്പെടുന്നത് റൗണ്ട് വേംസ് ആണ്. കാരണം എന്താ, ഇവരെ നമ്മളിപ്പം സെക്ഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവർ റൗണ്ട് പോലെ ആയിരിക്കും ഇരിക്കുന്ന. ആര്, ആഷി ഹെൽമിൻറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഇവർ ഡയീഷ്യസ് ആണ്. ഡയീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, മെയിലും ഫീമെയിൽ ഓർഗന് ഒന്നിലല്ല, രണ്ടായിട്ടാണ് കാണപ്പെടുന്നത്. അതിൻ്റെ പിക്ചർ നോക്കിയാൽ മെയില് ഫീമെയിൽ. അപ്പം ഈ രണ്ട് ഓർഗൻസും സെപ്പറേറ്റ് ആയിട്ടുണ്ട്, മെയിലും ഫീമെയിൽ ആയിട്ടുണ്ട്, രണ്ടും ഒന്നിലല്ല. അപ്പം രണ്ടായിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയീഷ്യസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, അസ്കാരിസ്, വ്യൂച്ചറേറിയ, സൈക്ലോസ്റ്റോമയാണ്. സൈക്ലോസ്റ്റോമയാണ് എന്തുള്ളത്, ഹുക്ക് വേം എന്ന് പറയുന്നത്. അസ്കാരിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൗണ്ട് വേം എന്ന് പറയുന്നത്. വ്യൂച്ചറേറിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈലേറിയൻ വേം എന്ന് പറയുന്നത്. ഫൈലേരിയാസിസ് ഡിസീസ് കോസ് ചെയ്യുന്നത് ആരാണ്, ഈ ഫൈലേറിയൽ വേമാണ്. പിന്നെ ഉള്ളത് എന്തുവാണ്, സൈക്ലോസ്റ്റോമയാണ്. അതിനെയാണ് ഹുക്ക് വേം എന്നറിയപ്പെടുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, ആഷ് ഹെൽമിൻറ്റസിന് എന്തുണ്ട്, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. ഇവർക്ക് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് എഴുതുമ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്തത് അനലിഡ, ഇമ്പോർട്ടൻ്റ് ആണ്. അനലിഡയിലാണ് നമ്മുടെ ആര് വരുന്നത്, എർത്ത് വേം വരുന്നത്. എർത്ത് വേമിൻ്റെ പടം ഞാനിവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, എർത്ത് വേം വരുന്നത് എവിടെയാണ്, അനലിഡയിലാണ്. എർത്ത് വേം നിങ്ങൾക്ക് അറിയാം, എർത്ത് വേം ഇരിക്കുന്നത്. ഇവരുടെ ബോഡി എന്ന് പറയുന്നത് സെഗ്മെൻറ്റഡ് ആണ്. അല്ലെങ്കിൽ ഈ പിക്ചർ നോക്കിയാലും മതി, ഇവരുടെ ബോഡി എടുത്തു കഴിഞ്ഞാൽ സെഗ്മെൻറ്റഡ് ആയിരിക്കും. ആ സെഗ്മെൻറ്റ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റാമെർസോം എന്ന് പറയുന്നത്. ഓരോ സെഗ്മെൻറ്റിന് പറയുന്ന പേരെന്താണ്, മെറ്റാമീർ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അക്വാട്ടിക് ആയിട്ടുള്ള അനലിഡ്സിന് എന്തുണ്ട്, അവർക്ക് അപ്പൻഡേജസ് ഉണ്ട്, കാല് പോലെ ഇങ്ങനെയുണ്ട്. അതുകൊണ്ട് ഇത് കണ്ട
ഇങ്ങനെ കാല് പോലെയുണ്ട്. ഇതിനെയാണ് എന്ത് പാരപ്പോഡിയ എന്ന് പറയുന്നത്. അത് സാധാരണ കാണപ്പെടുന്നത് ന്യൂറിസിലാണ് കാണപ്പെടുന്നത്. പാരപ്പോഡിയയാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാരപ്പോഡിയ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇവരെ എക്സ്ക്രിയേറ്ററി ഓർഗൻ, എക്സ്ക്രിയേഷൻ അല്ലെങ്കിൽ എക്സ്ക്രിയേറ്ററി ഓർഗൻ ഏതാണ്? നെഫ്രീഡിയാണ്. നെഫ്രീഡിയാണ് ഇവരുടെ എക്സ്ക്രിയേറ്ററി ഓർഗൻ. എക്സാമ്പിൾസ് ഓർക്കുക, നീറസ്. ഹെറുഡിനേറിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്ലഡ് സക്കിംഗ് ലീച്ചാണ്. എർത്ത് വേം എന്ന് പറയുന്നത് എന്താണ്? എർത്ത് വേമിൻ്റെ വേറെ പേരാണ് ഫെറിറ്റിമ എന്ന് പറയുന്നത്. സയൻറ്റിഫിക് നെയിമാണ് എന്ത്? ഫെറിറ്റിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത്, അൻലിഡയെ പറ്റി കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? അവരുടെ ബോഡി സെഗ്മെൻറ്റഡ് ആണ് ഓർക്കുക. പാരപ്പോഡിയം ശ്രദ്ധിക്കുക. നീറസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് പാരപ്പോഡിയം. നെഫ്രീഡിയാണ് അവരുടെ എക്സ്ക്രിയേറ്ററി ഓർഗൻ, അതും ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻറ്റ്. പിന്നെ അൻലിഡയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവരുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കുലേറ്ററി സിസ്റ്റമാണ് ഉള്ളത്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ്? നമ്മുടെ ഹ്യൂമൻ്റെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് പോകാനായിട്ട് പ്രത്യേകം വെസൽസും ചാനൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആർക്ക്? നമുക്ക്. അതുപോലെയാണ് അൻലിഡയ്ക്കും. അൻലിഡയുടെയും ക്ലോസ്ഡ് ആണ്. ഇനി ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്തുവാ എന്ന് വെച്ചാൽ നമ്മുടെ ഓർഗൻസും കാര്യങ്ങളും എല്ലാം ബ്ലഡിൽ കുളിച്ച് കിടക്കും, ബാത്ത് ചെയ്ത് കിടക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഓപ്പൺ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എങ്ങനെയാണ്? നമുക്ക് വ്യക്തമായിട്ടുള്ള വെയിൻസും ആർട്ടറീസും കാപ്പിലറീസും എല്ലാം ഉണ്ട് എന്ത്? ബ്ലഡ് പോകാനായിട്ട്. അതുപോലെ അൻലിഡയ്ക്കും ഉണ്ട്. അൻലിഡയുടെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. കോർഡേറ്റ് അല്ലാത്ത ഒരാളാണ് അൻലിഡ എന്ന് പറയുന്നത്. ആ അൻലിഡ നോൺ കോർഡേറ്റിൽ കൂടി ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉള്ള ഒരേ ഒരാൾ മാത്രമാണ്, അത് അൻലിഡയാണ്. ഓക്കെ, കോർഡേറ്റൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നോൺ കോർഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആർക്ക് മാത്രമേ ഉള്ളൂ? അൻലിഡയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ത്? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. അതും കൂടെ ഓർത്തിരിക്കുക. ഹെറുഡിനേറിയാണ് എന്ത്? ബ്ലഡ് സക്കിംഗ് ലീച്ച് എന്ന് പറയുന്നത്. അടുത്തത് ആർത്രോപോഡ. ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻസെക്റ്റും വരുന്നത് ഏതിലാണ്? ആർത്രോപോഡയിലാണ്. നിങ്ങൾക്കറിയാം ഇവർക്ക് ജോയിൻറ്റഡ് ഫൂട്ടഡ് അനിമൽസാണ്. കാരണം എന്തുകൊണ്ട്? ഇപ്പോൾ നമ്മളൊരു കൊതുവിനെ എടുത്തു കഴിഞ്ഞാൽ, ഒരു മോസ്കിറ്റോയിനെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാലുകളുണ്ട്, അവർക്ക് ഹെഡുണ്ട്, തൊറാക്സ് ഉണ്ട്, അബ്ഡോമൻ ഉണ്ട്, പാർട്ടുകളെല്ലാം ഉണ്ട്. അപ്പം അവർക്ക് കാലുകളും ഉണ്ട്. അതുകൊണ്ട് ജോയിൻറ്റഡ് ഫൂട്ടഡ് അനിമൽസ് എന്ന് പറയുന്നത് ആരെയാണ്? ആർത്രോപോഡേനെയാണ്. അതുപോലെ ഏറ്റവും ലാർജസ്റ്റ് ഫൈലം എന്ന് പറയുന്നത് ഏതാണ്? ആർത്രോപോഡയാണ്. ഇവിടെ എക്സോസ്കെൽറ്റൻ എടുത്തു കഴിഞ്ഞാൽ, എക്സോസ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? പുറത്തെ ഭാഗം. ഇപ്പം നിങ്ങൾ ഇതിനൊരു എക്സാമ്പിളാണ് ആരെന്ന് പറയുന്നത്? സ്കോർപ്പിയോൺ എന്ന് പറയുന്നത്. സ്കോർപ്പിയോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ബ്ലാക്ക് കളറിന് അവർ തിളങ്ങുന്ന കണക്ക് ഇരിക്കും. അതെന്തുവാണ് ആ ഭാഗം എന്ന് പറയുന്നത്? കൈറ്റിൻ വെച്ചിട്ടാണ് ഫോം ചെയ്യുന്നത്. അത് അവരുടെ എക്സോസ്കെൽറ്റൻ ആണ്. എൻഡോസ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള സംഭവം. പുറമേ ഉള്ള സ്കെൽറ്റനെയാണ് നമ്മൾ എക്സോസ്കെൽറ്റൻ എന്ന് പറയുന്നത്. അത് കൈറ്റിനസ് ആണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് അടുത്തത് ഇവരുടെ എക്സ്ക്രിയേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇത് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതേപോലെ ഇവരുടെ എക്സോസ്കെൽറ്റൻ എന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്തത്? കൈറ്റിനസ് ആണ്. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫൈലവും ഏതാണ്? ആർത്രോപോഡയാണ്. എക്സാമിന് ചോദിച്ചതാണ്, ഓർത്തിരിക്കുക. ഇവർക്ക് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നമുക്കറിയാം ഇൻസെക്ട്സുകളെല്ലാം വരുന്ന ഏതിലാണ്? ആർത്രോപോഡയിലാണ്. ഇനി സിൽക്ക് വേം എക്സാമ്പിളാണ്. സിൽക്ക് വേം എക്സാമ്പിളാണ്. അതിനെയാണ് ബോംബെക്സ് എന്ന് പറയുന്നത്. ഏപ്പിസ് എക്സാമ്പിളാണ്. ഹണി ബി. അതേപോലെ ലാസിഫർ എന്ന് പറയുന്നത് ലാക്ക് ഇൻസെക്റ്റ്. ഇതുപോലെ ഇരിക്കും, ബഗ് പോലെ ഇരിക്കും ലാക്ക് ഇൻസെക്റ്റ് എന്ന് പറയുന്നത്. ഇവരുടെ ഈ ലാക്ക് എന്ന് പറയുന്ന സംഭവം എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗംസും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ഡൈസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ ലാക്ക് എന്ന് പറയുന്ന ഈ പുറം ഭാഗത്ത് നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ പ്രോൺസ് നിങ്ങൾക്കറിയാം, കൊഞ്ച്, സ്പൈഡർ, ചിലന്തി, ഗ്രാസ് ഹോപ്പർ, മോസ്കിറ്റോസ്. ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ലിവിങ് ഫോസിൽ ഓഫ് ദ അനിമലിലെ ലിവിങ് ഫോസിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? ലിമുലസ് ആണ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി നിങ്ങൾക്ക് ഏത് ഇൻസെക്റ്റ് ചോദിച്ചാലും ഏതിലാണ് വരുന്നത്? നമ്മുടെ ആർത്രോപോഡയിലാണ് വരുന്നത്. ഇനി ഇൻസെക്ട്സിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെന്നാണ് എഴുതേണ്ടത്? സ്പൈറക്കിൾസ് എന്ന് എഴുതുക. സ്പൈറക്കിൾസ്. ഇൻസെക്ട്സിന് പൊതുവേ റെസ്പിറേറ്ററി ഓർഗൻസ് റെസ്പിറേറ്റ് ചെയ്യുന്ന പാർട്ട് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്പൈറക്കിൾസ് ആണ്. ഓക്കെ, അടുത്തത് മൊളസ്ക്. ഏറ്റവും ലാർജസ്റ്റ് ഫൈലോൺ നമ്മൾ നേരത്തെ നോക്കിയത്. സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലോൺ ഏതെന്ന് പറയുന്നത്?
മൊളസ്ക എന്ന് പറയുന്നത്. ഇവരുടെ എക്സോസ്കെൽറ്റൻ നമുക്കറിയാം, ഈ സ്നെയിലും എല്ലാം വരുന്നത് ഏതിലാണ്? മൊളസ്കയിലാണ് വരുന്നത്, സ്നെയിൽസ് ഒക്കെ വരുന്നത്. സ്നെയിൽ ഈ ഒച്ചിൻ്റെ നമുക്കറിയാം പുറം ഭാഗത്ത് ഒരു ഷെല്ല് പോലെയുണ്ട്. ഷെല്ല് എന്തുവാണ്? കാൽക്കേരിയസ് ആണ്, എന്ന് വെച്ചാൽ കാൽഷ്യം കണ്ടൻ്റ് ആണുള്ളത്. അതുകൊണ്ടാണ് കാൽക്കേരിയസ് എക്സോസ്കെൽറ്റൻ എന്ന് പറയുന്നത്. അതേപോലെ ഇവർക്ക് കഴിക്കാൻ വേണ്ടി പല്ല് പോലെ ഒരു സംഭവമുണ്ട്, ഇങ്ങനെ ഫയൽ പോലെ ഇങ്ങനെ അടങ്ങിയിരിക്കും. അതിനെയാണ് എന്ത്? റാഡുല എന്ന് പറയുന്നത്. റാഡുല എന്ന് പറയുന്നത് ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, സെക്കൻഡ് ലാർജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇത് രണ്ട് നോട്ട് ചെയ്യുക. എക്സാമ്പിൾസ് എന്തുവാണ്? സെപ്പിയ അല്ലെങ്കിൽ കട്ടിൽ ഫിഷ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലൊളിഗോ സ്ക്വിഡ് ചോദിച്ചിട്ടുണ്ട്. പൈല ആപ്പിൾ സ്നെയിലാണ്, ഓർത്തിരിക്കുക. പിങ്ടാഡ എന്ന് പറയുന്നത് പേൾ ഓയിസ്റ്റർ ആണ്. സ്നെയിലിനെ പറ്റി നിങ്ങൾക്ക് ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? സെക്സ് അൾട്ടർ ചെയ്യാൻ പറ്റുന്ന അനിമൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവരെ എടുത്തു വെച്ചിട്ട് നമ്മൾ ഇവരുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരാണാണോ പെണ്ണാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല, ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിലായിട്ടിരിക്കുന്നവർക്ക് ഫീമെയിൽ ആവാനുള്ളതും ഫീമെയിൽ ആയിട്ടുള്ളവർക്ക് മെയിൽ ആവാനും ഉള്ള എന്തുണ്ട്? കപ്പാസിറ്റി ഇവർക്കുണ്ട്. അപ്പം ഇവർക്ക് സെക്സ് ഇങ്ങനെ അൾട്ടർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഈ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആ സ്നെയിൽ എന്ന് പറയുന്നത് ഏത് ഫൈലത്തിൽ പെടുന്നതാണ്? മൊളസ്ക ഫൈലത്തിൽ പെടുന്നതാണ്. ആരെന്ന് പറയുന്നത്? സ്നെയിൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ്. സ്നെയിലിനെ പറ്റി നിങ്ങൾ കിട്ടുന്ന പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക, ഇനി ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതേപോലെ അടുത്തത് ഏതാണ്? എക്കനോഡെർമേറ്റ. എക്കനോഡെർമേറ്റ എന്ന് പറയുന്നത് അവരുടെ ബോഡി നോക്കിയേ, ഈ പടം നോക്കിയേ, പടത്തിൽ സ്പൈൻ പോലെ ഇരിക്കുന്നതുണ്ടോ? ഇങ്ങനെ സ്പൈനി ഇങ്ങനെ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ സ്പൈനി സ്കിൻഡ് ബോഡി എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉണ്ട്, ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞാലും വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ആർക്കായിരുന്നു? പോരിഫറയ്ക്കാണ്. ഇവർക്കുള്ളത് വാട്ടർ വാസ്കുലാർ സിസ്റ്റമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉള്ളത് ആർക്കാണ്? എക്കനോഡെർമേറ്റയാണ്. ഇനി നമ്മൾ സിമ്മട്രി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവരുടെ അഡൽറ്റ് എക്കനോഡെർമേറ്റ എങ്ങനെയാണ്? അഡൽറ്റ് എക്കനോഡെർമേറ്റ എന്ന് പറയുന്നത് റേഡിയൽ സിമ്മട്രി ആണ്. പക്ഷേ ഇവരുടെ ലാർവ രൂപത്തിലുള്ളവരോ ബൈലാറ്ററൽ സിമ്മട്രി ആണ്. അപ്പം റേഡിയൽ സിമ്മട്രി എഴുതിയ സ്ഥലത്ത് നിങ്ങൾ ഇതും കൂടെ എഴുതി ചേർക്കുക. റേഡിയൽ സിമ്മട്രി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത് ആരെയാണ്? ടീനോഫോറിൻ സീലൻട്രേറ്റേനെയാണ്. ആ സ്ഥലത്ത് ആരെയും കൂടെ എഴുതി ചേർക്കുക? അഡൽറ്റ് എക്കിനോഡെർമേറ്റേനെയും കൂടെ എഴുതി ചേർക്കുക. അവരും എന്താണ്? റേഡിയൽ സിമ്മട്രി ആണ്. ഇവരുടെ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ എന്തുവാണ്? ഇത് ബ്രിട്ടിൽ സ്റ്റാർ അല്ലെങ്കിൽ ഇവരെ പറയുന്ന പേരെന്താണ്? ഒവ്യൂറ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ കൊടുത്തേക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് സീ അർച്ചിൻ ആണ് അല്ലെങ്കിൽ എക്കിനസ് എന്നാണ് ഇതിനെ പറയുന്നത്. എക്കനൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രിട്ടിൽ സ്റ്റാർ അല്ലെങ്കിൽ ഒഫ്യൂറ, ഇത് ഓർത്തിരിക്കുക, ഇത് ബ്രിട്ടിൽ സ്റ്റാർ ആണ്. അപ്പം സ്റ്റാർ ഫിഷ് അല്ലെങ്കിൽ അസ്റ്റേരിയാസ് എന്ന് പറയുന്നത് ഏതാണ്? എക്കിനോഡെർമേറ്റയിലാണ്. എക്കിനസ് അല്ലെങ്കിൽ സീ അർജിൻ എന്ന് പറയുന്നത് എക്കിനോഡെർമേറ്റയാണ്. ആൻറ്റിഡോൺ അല്ലെങ്കിൽ സീ ലില്ലി എവിടെയാണ്? എക്കിനോഡെർമേറ്റയിലാണ്. സീ കുക്കുംബർ അല്ലെങ്കിൽ കുക്കുംബിനേറി എവിടെയാണ്? എക്കിനോഡെർമേറ്റയിലാണ്. ഒഫ്യൂറയിലാണ് ആര് വരുന്നത്? ഒഫ്യൂറയുടെ വേറെ പേരാണ് എന്ത്? ബ്രിട്ടിൽ സ്റ്റാർ. അതും ആരിലാണ് വരുന്നത്? എക്കിനോഡെർമേറ്റയിലാണ് വരുന്നത്. എക്സാമ്പിൾസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണുമ്പോൾ അറിയണം ഇത് ഏത് ഫൈലത്തിലാണ് വരുന്നത്, ഇവർക്ക് ഏത് ഫീച്ചേഴ്സാണ് ഉള്ളതെന്ന് നിങ്ങൾ ഓർക്കുക. ഓക്കെ, അടുത്തത് ഹെമികോർഡേറ്റയാണ്. ഹെമികോർഡേറ്റ നിങ്ങൾക്ക് ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹെമികോർഡേറ്റയിൽ 3 പാർട്സ് ആണുള്ളത്. പ്രൊബോസിസ്, കോളർ, ട്രങ്ക്. ഇവിടെ എഴുതിയിരിക്കുന്ന പ്രൊബോസിസിന് സ്പെല്ലിംഗ് റോങ് ആണ്. പ്രൊബോസിസ് ഇതാണ് സ്പെല്ലിങ്, പിക്ചറിൽ കൊടുത്തിരിക്കുന്ന സ്പെല്ലിംഗ് ആണ് കറക്റ്റ്. പ്രൊബോസിസ്, കോളർ, ട്രങ്ക്, ഇങ്ങനെ 3 പാർട്സ് ആണ് ഇവർക്കുള്ളത്. ഇതിൽ ഈ പ്രൊബോസിസിലാണ് അവരുടെ എക്സ്ക്രിയേഷന് സഹായിക്കുന്ന പ്രൊബോസിസ് ഗ്ലാൻഡ് ഉള്ളത്.
പ്രൊബോസിസ് ഗ്ലാൻഡ് വഴിയാണ് ഇവരെന്ത് ചെയ്യുന്നത്, എക്സ്ക്രീഷൻ ചെയ്യുന്നത്. അത് ഈ പ്രൊബോസിസ് പാർട്ടിലാണുള്ളത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? മെലനോഗ്ലോസിസും സാഗോഗ്ലോസിസും ആണ് ഹെമികോർഡേറ്റയ്ക്ക് എക്സാമ്പിൾ. ഓക്കെ അല്ലേ? അടുത്തത് നമ്മൾ കോർഡേറ്റ ആണ്. കോർഡേറ്റയും വേറെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോർഡേറ്റയും വേറെ ഡിവിഷനുണ്ട്. പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ആരെയാണ്? വെർട്ടിബ്രേറ്റ്. കോർഡേറ്റയിൽ വരുന്നതാണ് എന്ത്? വെർട്ടിബ്രേറ്റ, നട്ടലുള്ളവർ. ഇനി കോർഡേറ്റിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏനാത്ത, നാത്തോസ്റ്റൊമാറ്റ. ജോസ് ഉള്ളവരും ജോസ് ഇല്ലാത്തവരും. ജോസ് എന്ന് പറഞ്ഞാൽ താടിയൽ ഉള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാത്തോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇനി താടിയൽ ഇല്ലാത്തവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏനാത്ത എന്ന് പറയുന്നത്. താടിയൽ ഉള്ളവരാണ് ഇമ്പോർട്ടൻ്റ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സൈക്ലോസ്റ്റൊമാറ്റ ഒന്നുമില്ല. ഇവർക്ക് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് മൗത്താണ്. ഇവർ കൂടുതലും എക്ടോപാരാസൈറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ഫിഷസിൻ്റെ മുകളിലോ ജീവികളുടെ മുകളിലോ ഇരുന്നിട്ട് അതിൻ്റെ ബ്ലഡും സംഭവം കൂടെ സക്ക് ചെയ്തിട്ടാണ് അത് ഫുഡായിട്ട് യൂസ് ചെയ്തിട്ടാണ് ഇവർ ജീവിക്കുന്നത്, സൈക്ലോസ്റ്റൊമാറ്റ. ഇനി നമുക്ക് താടിയലുള്ളവരെയാണ് പഠിക്കാനുള്ളത്. അതിൽ 2 ക്ലാസ് ആയിട്ടുണ്ട്, പൈസസും ടെട്രാപോഡയും. പൈസസിലാണ് എല്ലാ ഫിഷസും വരുന്നത്. ടെട്രാപോഡയിലാണ് നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരും, ആംബിബിയൻസ്, റെപ്റ്റൈൽസ്, ഏവ്സ്, മാമൽസ് എല്ലാം വരുന്നത്. ടെട്രാപോഡ എന്ന് പറഞ്ഞാൽ എന്താ? 4 കാല്, 4 legs അല്ലെങ്കിൽ 4 limbs ആണ് എന്ത്? ടെട്രാപോഡ എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് ഏതാണ്? പൈസസ് ആണ്. പൈസസിൽ 2 ക്ലാസ് ആണുള്ളത്. ക്ലാസ് കോൺട്രിത്തൈസും ക്ലാസ് ഓസ്റ്റിത്തൈസും ആണുള്ളത്. കോൺട്രിത്തൈസസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എൻഡോസ്കെൽറ്റൻ എന്ന് പറയുന്നത് എന്താണ്? എൻഡോസ്കെൽറ്റൻ എന്ന് പറയുന്നത് കാർട്ടിലേജിനിയസ് ആണ്. കാർട്ടിലേജ് വെച്ചിട്ടാണ് ഇവരുടെ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഓസ്റ്റിത്തൈസ് ആണെങ്കിലോ ഇവരുടെ എൻഡോസ്കെൽറ്റൻ എന്ന് പറയുന്നത് ബോൺസ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓസ്റ്റിത്തൈസ് എന്ന് പറയുന്നത്. ഇവരുടെ കാർട്ടിലേജ് വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് കോൺട്രിത്തൈസ് എന്ന് പറയുന്നത്. ഇവരുടെ നിങ്ങൾ എക്സാമ്പിൾസ് ഓർത്തിരുന്നാൽ മതി. ആരൊക്കെയാണ്? സ്കോളിയോഡൻ ഡോഗ് ഫിഷ്, പ്രിസ്റ്റിസ് സോ ഫിഷ്. നിങ്ങൾ ഫോട്ടോ നോക്കുമ്പോൾ അറിയാൻ പറ്റും. സോ പോലെ അരിവാൾ പോലെ ഇരിക്കും ഇവരുടെ. അതേപോലെ കാർക്കറോഡൻ, ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്, ട്രൈഗൺ എന്ന് പറയുന്നത് ഇവർക്ക് സ്റ്റിങ് ചെയ്യാൻ പറ്റുന്ന എന്തുണ്ട്? പാർട്ടുണ്ട്. നമ്മൾ നേരത്തെ നിഡേറിയൻസിൽ പഠിച്ച പോലെ തന്നെ ഇവർക്ക് കുത്തിവെക്കാനുള്ള ഒരു പാർട്ടുണ്ട്. അത് ആ പാർട്ടുള്ള ഒരു എന്ന് വെച്ചാൽ പോയിസൺ ചെയ്യാൻ പറ്റും. ആർക്ക്? ഈ ട്രൈഗൺ എന്ന് പറയുന്ന ഫിഷിന്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. വേറെ ഒരാളുണ്ട്, ടോർപെഡോ. ഇതൊരാൾ, ഒരു എക്സാമ്പിളാണ്. ഇതും കൂടെ നോട്ട് ചെയ്യുക. ഇവരെ നമ്മൾ തൊട്ടാൽ എന്ത് ചെയ്യും? ഷോക്ക് അടിക്കും. ഇവർക്ക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ആയിട്ട് അടിക്കാനുള്ള എന്തുണ്ട്? ഒരു പാർട്ടുണ്ട് ഇവർക്ക്. ആർക്ക്? ടോർപെഡോയ്ക്ക്. അപ്പം ആ 2 എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2 ഓർത്തിരിക്കുക, ട്രൈഗണും ടോർപെഡോ. ഇനി ഓസ്റ്റിത്തൈസ് എടുത്തു കഴിഞ്ഞാൽ ഇവരിലാണ് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന മീനുകളൊക്കെ വരുന്നത് ഏതാണ്? ഓസ്റ്റിത്തൈസ്. അല്ലെങ്കിൽ നമ്മൾ ഈ അക്വേറിയത്തിലൊക്കെ നമ്മൾ വളർത്തത്തില്ലേ, അങ്ങനത്തെ മീനുകളെല്ലാം വരുന്നത് ഏതിലാണ്? ഓസ്റ്റിത്തൈസിലാണ് വരുന്നത്. മറൈനായിട്ട് കാണപ്പെടാറുണ്ട്. മറൈൻ കാണപ്പെടുന്ന ആൾക്കാരാണ് എന്തോ എക്സോസീറ്റസ് അല്ലെങ്കിൽ ഫ്ലൈയിങ് ഫിഷ്, ഹിപ്പോക്യാമ്പസ് അല്ലെങ്കിൽ സീഹോഴ്സിൻ്റെ വേറെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക, ഹിപ്പോക്യാമ്പസ് എന്നാണ്. ഇവർ മറൈനായിട്ട് കാണപ്പെടുന്നതാണ്. ഫ്രഷ് വാട്ടർ നമുക്കറിയാം, ലാബിയോ, കാട്ട്ല, ക്ലാരിയാസ് എന്നൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങുന്ന മീനുകളാണ്. ഏത്? ലാബിയോ, കാട്ട്ല, ക്ലാരിയാസ് എന്ന് പറയുന്നത്. ഇനി അക്വേറിയത്തിലുള്ളതുകൊണ്ട് അതിനെയാണ് ബെറ്റ, നമുക്കറിയാവുന്നതാണ്. ഫൈറ്റിംഗ് ഫിഷ്, ചെറോഫൈലം, ഏഞ്ചൽ ഫിഷാണ് ദാ ഇവിടെ കൊടുത്തേക്കുന്നത്. നല്ല രസമാണ് ഇവരെ കാണാനായിട്ട്. ഏഞ്ചൽ ഫിഷാണിത്. ഓക്കെ, ഇതെന്തുവാണ്? ഷാർക്കാണ്. ഷാർക്ക് ഏതിലാണ് വരുന്നത്? കോൺട്രിത്തൈസിലാണ് വരുന്നത്. ഇനി ആംബിബിയൻസും റെപ്റ്റൈൽസും ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. ടെട്രാപോഡയിൽ വരുന്നവരാണ്. ആംബിബിയൻസിനെ പറ്റി നിങ്ങൾക്കറിയാം. അക്വാട്ടിക്കും ടെറസ്ട്രിയലും ആയിട്ടുള്ളവരെയാണ് ആംബിബിയൻസ് എന്ന് പറയുന്നത്. ഇവരുടെ സ്കിന്നാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഇവരുടെ സ്കിൻ മോയിസ്റ്റാണ്. നിങ്ങൾ നോക്കിയാൽ മതി. ഒരു തവള എടുത്തു കഴിഞ്ഞാൽ തവളയുടെ സ്കിൻ എങ്ങനെയാണ്? ഒരു വെള്ളം ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു ജലാശയം പോലെ ഉണ്ടല്ലേ. അപ്പോൾ മോയിസ്റ്റാണ്. അത് ഗ്ലാൻഡുലാർ. നമ്മുടെ സ്കിൻ എങ്ങനെയാണ്? നമ്മുടെ സ്കിൻ ഗ്ലാൻഡുലാറാണ്. നമ്മളതിൽ എന്തുണ്ട്? സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ട്, സെബം, നമുക്ക് വിയർപ്പ് പോവാനായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെയും ഗ്ലാൻഡുലാർ സ്കിൻ. അതുപോലെ തന്നെ ആംബിബിയൻസിന് ഗ്ലാൻഡുലാർ സ്കിന്നാണ്. ഇവർക്ക് സ്കെയിൽസ് ഇല്ല. സ്കെയിൽസ് ഉള്ളത് ആർക്കാ? ഫിഷസിനുണ്ട് സ്കെയിൽസ്. അതുപോലെ നമ്മളിനി പഠിക്കാൻ പോകുന്ന റെപ്റ്റൈൽസിന് സ്കെയിൽസ് ഉണ്ട് കേട്ടോ.
ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക. ഹേർട്ട് 3 ചേമ്പേർഡ് ആണ്, 2 ഓറിക്കിളും 1 വെൻട്രിക്കിളും ആണുള്ളത്. ഇവരുടെ ബ്ലഡ് കോൾഡ് ബ്ലഡിൽ അല്ലെങ്കിൽ പൊയ്ക്കിലോതേംസ് എന്നാണ് നമ്മൾ പറയുന്നത്. പൊയ്ക്കിലോതേംസ് കോൾഡ് ബ്ലഡിൻ്റെ വേറൊരു പേരാണ് പൊയ്ക്കിലോതേംസ്. ഇവർ ഒവിപാരസ് ആണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മുട്ടയിടുന്ന ആൾക്കാരാണ് ഒവിപാരസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഓക്കെ ആണല്ലോ. അക്വാട്ടിക്കും ടെറസ്ട്രിയലും ആണെന്ന് നിങ്ങൾക്കറിയാം. സ്കിന്ന് ഗ്ലാൻഡുലർ ആണെന്ന് ഓർത്തിരിക്കുക, മോയിസ്റ്റ് ആണെന്ന് ഓർക്കുക. ഇത് എക്സാമിന് ചോദിച്ചതാണ്. ഹേർട്ട് 3 ചേമ്പേർഡ് ആണ്, കോൾഡ് ബ്ലഡിനാണെന്ന് ഓർത്തിരിക്കുക. കോൾഡ് ബ്ലഡിന് വേറെ പേരാണ് പൊയ്ക്കിലോതേംസ്. എക്സാമ്പിൾസ് ബുഫോ, ടോഡ് വേറെ പേരാണ്. ടോഡ് ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നതെല്ലാം വേറെ പേരാണ്. റാന ഫ്രോഗ്, ഹൈല ട്രീ ഫ്രോഗ്, സാലമാൻഡർ, ഇസ്തിയോഫിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലിംബ്ലെസ് ആയിട്ടുള്ള ആംബിബിയ. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം 4 കാലുള്ളവരെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലിംബില്ലാത്തൊരു ആംബിബിയ ഉണ്ട്, അതിനെയാണ് ഇസ്തിയോഫിസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്തത് റെപ്റ്റൈൽസ് ആണ്. റെപ്റ്റൈലിയ നമുക്കറിയാം, എഴഞ്ഞു പോണ ജീവികളാണ് എന്ത് റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. ക്രീപ്പിംഗ്, ക്രോളിംഗ് ആയിട്ടുള്ളത്. ഇവരുടെ സ്കിന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഡ്രൈ, നോൺ ഗ്ലാൻഡുലർ ആണ്. ഇവരിപ്പോൾ പാമ്പ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന് ഡ്രൈ ആണ്, ഗ്ലാൻസ് ഒന്നുമില്ല, പക്ഷേ സ്കെയിൽസ് ഉണ്ട്. സ്കെയിൽസ് നിങ്ങൾക്കറിയാം, പാമ്പിൻ്റെ സ്കിന്നിൽ ഇങ്ങനെ സ്കെയിൽ പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ പഠിക്കാൻ നേരത്തെ എല്ലാ ഫിഗേഴ്സും എടുത്ത് നോക്കുക. ഇവരുടെ ഹേർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സാധാരണ റെപ്റ്റൈൽസിൻ്റെ ഹേർട്ട് 3 ചേമ്പേർഡ് ആണ്, പക്ഷേ 4 ചേമ്പറുള്ള ഒരു റെപ്റ്റൈലുണ്ട്. ആരാണ്? ക്രോക്കോഡൈലാണ്. എക്സാമിന് ചോദിച്ചതാണ്, നോട്ട് ചെയ്ത് പഠിക്കുക. 4 ചേമ്പേർഡ് ഹേർട്ട് ഉള്ളത് ക്രോക്കോഡൈലാണ്. റെപ്റ്റൈൽസ് എങ്ങനെയാണ്? പൊയ്ക്കിലോതേംസ് ആണ്. ഇവരുടെയും കോൾഡ് ബ്ലഡഡ് ആണ്. ഇവരും എങ്ങനെയാണ്? ഒവിപാരസ് ആണ്. എല്ലാവരും എങ്ങനെയാണ്? എഗ്സ് ഇടുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ടർട്ടിൽ, ടോർട്ടോയിസ്, ക്യാമിലിയോൺ ട്രീ ലിസാർഡ്, കലോട്സ് എന്ന് പറയുന്നത് എന്താണ്? ഗാർഡൻ ലിസാർഡ്. ക്രോക്കോഡൈൽ ഇമ്പോർട്ടൻ്റ് ആണ്, ക്രോക്കോഡൈൽ മറക്കരുത്. കാരണം എന്താണ്? 4 ചേമ്പർ ഹേർട്ട് ഉണ്ട്. അലിഗേറ്റർ നമ്മളെ വീട്ടിലൊക്കെ കാണപ്പെടുന്ന ലിസാർഡിൻ്റെ പേരാണ് എന്ത്? ഹെമിഡക്റ്റൈലിസ്. പിന്നെ സ്നേക്കുകളൊക്കെ ഉണ്ട്. കോബ്ര, വൈപ്പർ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ കാര്യങ്ങളാണ്, നമ്മൾ കണ്ടിട്ടുള്ള ജീവികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്കിൻ എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. പിന്നെ ഹേർട്ട് ചേമ്പർ ഓർത്തിരിക്കുക എന്താണെന്ന് വെച്ചാൽ. ഓക്കെ, ഇനി ഏവ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ബേർഡ്സ് എല്ലാം വരുന്ന ഏതിലാണ്? ഏവ്സിലാണ് വരുന്നത്. ഇവരുടെ സ്കിന്ന് ഡ്രൈ ആണ്. ഇവരുടെ സ്കിന്നിൽ ഗ്ലാൻസ് ഒന്നുമില്ല, വിങ്സ് ഉണ്ട് നമുക്കറിയാലോ. ഇവരുടെ ബ്ലഡ് നമ്മളെ ബ്ലഡ് പോലെയാണ്, വാം ബ്ലഡഡ് ആണ്, അല്ലെങ്കിൽ ഹോമിയോതേംസ് എന്ന് പറയും. അതുപോലെ ഇവരുടെ ബോൺസ് എന്ന് പറയുന്നത് ന്യൂമാറ്റിക് ബോൺസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇവരുടെ ബോൺ സെൽസിൻ്റെ ഇടയിലായിട്ട് എയർ സാക്ക് പോലെയുണ്ട്. ബോണിൻ്റെ സെൽസിനെ പറയുന്നത് എന്തുവാ? ഓസ്റ്റിയോസൈറ്റ്സ് എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോണിൻ്റെ സെല്ലിനെ പറയുന്നത്. ഈ സെല്ലിൻ്റെ ഇടയിലായിട്ട് എന്തുകൊണ്ട്? എയർ സാക്ക് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർക്ക് പറന്ന് ഉയർന്ന് നിൽക്കണ്ടേ. അപ്പോൾ അവരുടെ ബോഡിയുടെ വെയിറ്റ് മാക്സിമം കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് എന്തുള്ളത്? ഈ ഹോളോ ആയിട്ടുള്ള ബോൺസ് ഉള്ളത്, എയർ സാക്ക് ഉള്ള ബോൺസ് ഉള്ളത്. ന്യൂമാറ്റിക് ബോൺസ് എന്നാണ് അതിന് പറയുന്നത്. ഇനി ഇവരുടെ ഹേർട്ടും നമ്മുടെ മനുഷ്യരെ പോലെയാണ്, 4 ചേമ്പേർഡ് ആണ്. ഓർത്തിരിക്കുക, 4 ചേമ്പേർഡ്. ഈ കൊടുത്തേക്കുന്ന ബേർഡ് ഏതാ? ഹമ്മിങ് ബേർഡാണ്. ഹമ്മിങ് ബേർഡിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്തുവാണ്? സ്മോളസ്റ്റ് ബേർഡാണ്. അതുപോലെ ബാക്ക്വേർഡ്സ് ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന ബേർഡ് ഏതാണ്? ഹമ്മിങ് ബേർഡാണ്. ഇവരുടെ എഗ്ഗ് എന്ന് പറയുന്നത് സ്മോൾ എഗ്ഗാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ബേർഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ബേർഡ്സും ഏതിന് എക്സാമ്പിളാണ്? ഏവ്സിൻ്റെ എക്സാമ്പിളാണ്. പീജിയൻ, അങ്ങനെ പീക്കോക്ക് എല്ലാം ഏതിൽ എക്സാമ്പിളാണ്? ഏവ്സിൻ്റെ എക്സാമ്പിളാണ്. പക്ഷേ നിങ്ങൾ ഹമ്മിങ് ബേർഡ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇവരുടെ സ്കിൻ ഓർത്തിരിക്കുക, ബ്ലഡ് ഓർത്തിരിക്കുക, ഇവരുടെ ബോൺസ് എങ്ങനെയാണെന്ന് ഓർത്തിരിക്കുക, ഇവരുടെ ഹേർട്ട് 4 ചേമ്പേർഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, മാമൽസ് ലാസ്റ്റ് ആൻഡ് ഫൈനലി. നമ്മുടെ മാമൽസിൽ എന്തോ സ്പെഷ്യാലിറ്റി? മാമറി ഗ്ലാൻസ് ഉണ്ട്. ആർക്ക്? മാമൽസിന്. ഇനി മാമൽസ് എക്സ്ക്രീറ്ററി ഓർഗൻ എന്തുവാണ്?
കിഡ്നി, റെസ്പിറേറ്ററി ആണെങ്കിലോ ലങ്സ്, അങ്ങനെ നമുക്ക് കുറേയൊക്കെ അറിയാവുന്നതാണ് മാമൽസിൻ്റെ പാർട്സിനെ പറ്റിയും. അവരുടെ സ്കിൻ എങ്ങനെയാണ്, നമ്മുടെ സ്കിൻ എങ്ങനെയാണ്, ഗ്ലാൻഡുലർ ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിന്ന് നിങ്ങൾക്ക് അങ്ങനെ ഇവരുടെ ഫീച്ചേഴ്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല, എക്സാമ്പിൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ എക്സാമ്പിൾസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് എല്ലാം ഓർത്തിരിക്കുക. വെയിൽസ്, ഡോൾഫിൻ ആയിട്ടുള്ള, ഡോൾഫിൻ എന്ന് പറയുന്നത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആനിമൽസിൽ അത്യാവശ്യം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മാമലാണ് ഡോൾഫിൻ എന്ന് പറയുന്നത്. പോർപ്പോയിസ്, നമ്മുടെ മാമൽസ് എല്ലാവരും എന്താണ്, വിവി പാരസ് ആണ്. നമുക്കറിയാം വിവി പാരസ് എന്ന് പറയുന്നത് എന്തുവാ? വിവി പാരസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യങ് വൺസിന് ഗീവ് ബർത്ത് ചെയ്യുന്നതാണ് വിവി പാരസ് എന്ന് പറയുന്നത്. അപ്പം ബാക്കി നമ്മൾ പഠിച്ചവരൊക്കെ എങ്ങനെയായിരുന്നു? ഒവി പാരസ് ആണ്, അവർ മുട്ടയിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിവി പാരസ് ആണ്. അപ്പോൾ എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. പോർപ്പോയിസ് ഡോൾഫിൻ പോലെ ഇരിക്കുന്ന ഒരു അനിമലാണ്. പിന്നെ എല്ലാ അനിമൽസും ബാറ്റ്, ഏപ്പ്, എലിഫൻറ്റ്, ബിയർ, റൈനോസറസ്, റാറ്റ്, ക്യാറ്റ്, കങ്കാരു എല്ലാം ആർക്ക് എക്സാമ്പിളാണ്? മാമൽസിന് എക്സാമ്പിളാണ്. ഓക്കെ അല്ലേ? നമ്മൾ ഇന്ന് കുറേ പോർഷൻസ് ആണ് കവർ ചെയ്തത്. കുറച്ച് സ്പീഡിനാണ് എടുത്തത്, കാരണം നമ്മൾ മാക്സിമം കണ്ടൻറ്റ് നിങ്ങൾക്ക് എന്തോ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചൊന്ന് സ്പീഡിന് എടുത്തത്. അപ്പം നിങ്ങളെല്ലാം ഇത് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനിയും ക്ലാസ്സസ് വന്നുകൊണ്ടിരിക്കും, എല്ലാം നിങ്ങൾ കാണുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം താങ്ക് യു.